പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ് ഈ കരുണയുടെ പ്രവൃത്തിയുടെ ലക്ഷ്യം എന്ന് പറയും. അത് നമ്മൾ തിരിച്ചറിയണം. കരുണ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? ദൈവകരുണ ഈ കാലഘട്ടങ്ങളിൽ ശക്തമായിട്ട് എല്ലാ ധ്യാന ഗുരുക്കന്മാരും എല്ലാ വചന പ്രഘോഷകരും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു കാരണമുണ്ട്. ആ കാരണം അറിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആഴം മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഒന്നും പറയുന്നില്ല. കാരണം കുറേ സന്ദേശമൊക്കെ എനിക്ക് തന്നു. എന്നാൽ യേശുവിനോട് പറഞ്ഞു അതൊന്ന് വായിക്കണം. കാരണം അതിനു വേണ്ടി വരുന്നവരുണ്ട്. വീടിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും എല്ലാം കിട്ടും, നരകവും കിട്ടും. ഉറപ്പച്ചൻ പറയാം. നിത്യജീവന് വേണ്ടി ജീവിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് കിട്ടിയിരിക്കും. അതാരും ചോദിക്കാതെ തന്നെ വീട്ടിൽ വന്നിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയാൻ പോകുന്ന കാര്യം, എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ദൈവ കരുണയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം? എന്തുകൊണ്ടാണ് എല്ലാവരും ഇതിങ്ങനെ ഉച്ചസ്വരത്തിൽ പറയുന്നത്? ശ്രദ്ധിക്കണേ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ദൈവകരുണ പറയുന്നത്? അങ്ങനെയെങ്കിൽ ഈ ദൈവ കരുണയുടെ പ്രവാചകയായ ഫൗസ്റ്റീന പുണ്യവതി എന്തിന് ഈ ലോകത്ത് വന്നു? കുട്ടിക്കാലത്ത് ഒരു നല്ല നർത്തകിയായ ഒരു പെൺകുട്ടി, ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കാൻ ഒരിക്കലും കാരണങ്ങളില്ലാത്തൊരു പെൺകുട്ടി. കാരണം അത്രയും ദാരിദ്ര്യമുള്ള വീട്ടിൽ ജനിച്ചു വളർന്നൊരു പെൺകുട്ടി. ഈ പെൺകുട്ടിക്ക് വലിയ ആഗ്രഹങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വീട്ടിലെ പെൺകുട്ടിയാണ്. എന്നാൽ ജീവിത കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു നർത്തകിയായിട്ടേക്കും ഡാൻസുകാരിയായിട്ട് എല്ലാവരും അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ച സമയത്ത് നമ്മളെപ്പോലെ തന്നെ ഈശോ അവളോട് പറഞ്ഞു, മോളെ, എനിക്ക് നിന്റെ ജീവിതം വേണം, നീ ഒരു സിസ്റ്ററായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ പെൺകുട്ടി ഓരോ കോൺവെന്റിൽ പോകുമ്പോൾ ഒറ്റ ആൾ ഈ പെൺകുട്ടിയെ എടുക്കില്ല. കാരണം വീടിൻ്റെ അവസ്ഥ അതാ. അതുകൊണ്ട് എല്ലാവരും ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു കൊള്ളുന്നു, എല്ലാ മടക്കാരും. അവസാനം ഈ ലിറ്റിൽ സിസ്റ്റേഴ്സ് പൂർ എന്ന് പറഞ്ഞൊരു കോൺഗ്രിഗേഷനിൽ വന്ന് ചേരാൻ, ദൈവകരുണയുടെ ഒരു വക്താക്കളായിട്ടുള്ള അല്ലെങ്കിൽ കർത്താവിൻ്റെ കരുണയെ സ്നേഹിക്കുന്ന സിസ്റ്റേഴ്സിൻ്റെ സമൂഹത്തിൽ ചെന്ന് ചേരാൻ. അവിടെ അധികം സിസ്റ്റേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ വേഗം എടുത്തു. ഈ പെൺകുട്ടി എടുത്ത അന്ന് കാലം മുതൽ ഈ പെൺകുട്ടിക്ക് എന്നും സഹനം. ചിലപ്പോൾ നമ്മൾ പറയും, സഹനം കാണുമ്പോൾ ചില ദൈവവിളികളെ കുറിച്ച് പറയും, മോന് ദൈവവിളി ഇല്ലാത്തതുകൊണ്ട് നീ സഹിക്കണേ, അതുകൊണ്ട് നീ വീട്ടിൽ പോക്കും. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഈ പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലൂക്കായുടെ സുവിശേഷത്തിലെ 1:76 വചനം പറയുന്ന പോലെ, ലൂക്ക 1:76 ഒന്നെടുത്ത് വായിക്കാവോ? അവിടെ പറയുന്നൊരു വാചകം ഈ ഫൗസ്റ്റീനയെ കുറിച്ച് മാത്രമല്ല, ഇരിക്കുന്ന എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഉണ്ട്. നമ്മൾ അതിനൊന്നും ഒരു ചിന്തയില്ല. നമ്മളിങ്ങനെ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നരകത്തിന്റെ വായ പിളർന്നിരിക്കുക എന്ന് പറഞ്ഞ, കാരണം ചെയ്യേണ്ട കടമ ചെയ്യാത്തവരെല്ലാം ബലഹീനരും പാപികളും. നമുക്ക് വചനം വായിക്കാം. ലൂക്ക 1:76 നുറക്കം വായിക്കാവോ? നീയോ കുഞ്ഞേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. ഇതാണ് ഫൗസ്റ്റീനെ കുറിച്ച് പറഞ്ഞത്. മോളെ, നീ സഹിച്ചാലും നീ ദൈവത്തിന്റെ ഒരു കാലഘട്ടത്തിലെ ഒരു പ്രവാചകയാണ്. അടുത്തിരിക്കുന്നവർക്ക് ഷെയ്ക്കിന്റെ കൊടുത്ത് ഇത് പറഞ്ഞേ, നീയോ കുഞ്ഞേ. ചേട്ടന്മാര് പറയണം, നീ അത്യുന്നതന്റെ പ്രവാചകനാണ്. ഒന്ന് ഷെയ്ക്കിന്റെ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ ബലം പിടിച്ച് നിൽക്കണ്ട. ചേച്ചിമാര് ഷെയ്ക്കിന്റെ കൊടുത്ത് പറഞ്ഞേ, നീയോ കുഞ്ഞേ, അത്യുന്നതന്റെ പ്രവാചകയാണ് നീ. എന്നിട്ട് തുടർന്ന് വചനം പറയാണ്, കർത്താവിനെ വഴിയൊരുക്കാൻ അവിടുന്ന് നിനക്ക് മുൻപേ പോകും. അപ്പൊ ഈ കരുണയ്ക്ക് മുൻപേ, ഈ പ്രവാചകയെ തെരഞ്ഞെടുക്കും മുമ്പേ ഈ ലോകത്ത് ഈ കരുണയെ കുറിച്ച് ദൈവം പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടിക്ക് കിട്ടിയ സഹനങ്ങൾ ചിന്തിച്ചാൽ അതികഠിനമാണ്. ശാരീരിക സഹനങ്ങൾക്ക് പുറകെ മാനസിക സഹനങ്ങൾ ഒത്തിരി കിട്ടിയിരുന്നു. നിങ്ങളിന്ന് സുഖിച്ചിരുന്ന് ഈശോയുടെ ദാരുണമായ പീഡാസഹനം എന്ന് പറയുമ്പോൾ ആ ഒരു പ്രാർത്ഥന എഴുതുന്നതിന് മുമ്പ് ആ മകള് സഹിച്ചത് അതികഠിനമാണ്. കൊച്ചു പെൺകുട്ടിയാണ്, ശരി, അധികം പ്രായമൊന്നും ആയിട്ടില്ല. കൊച്ചു പ്രായത്തിൽ തന്നെ മരിച്ചുപോയി. കൊച്ചു ത്രേസ്യ പുണ്യവതി, അറിയാലോ. അപ്പൊ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, ഇവിടെ ഈശോ പഠിപ്പിച്ചത് സഹനത്തിലൂടെ ഈ സന്ദേശം പഠിപ്പിക്കാൻ ഫൗസ്റ്റീനയെ പരിശീലിപ്പിച്ചു. അവളുടെ ആത്മാവിന്റെ കുറവുകളെ പറ്റി ആദ്യം അവളെ പഠിപ്പിച്ചു. ചിലപ്പോൾ നമുക്കറിയാത്തെന്നറിയോ, നമ്മൾ വിചാരിക്കും ഞാൻ വലിയ പ്രാർത്ഥനക്കാരനാ. നമ്മുടെ കുറവുകളെ കാണിച്ചു തരാൻ ദൈവം വന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര സ്പിരിച്വൽ ഗൈഡൻസിന് പോയിട്ടും കാര്യമില്ല. ഇന്ന് കൗൺസിലിങ്ങിന്റെ കാലഘട്ടം, ഓട്ടമാണ്. എന്നാൽ ദൈവം നിങ്ങളെ കൗൺസിലിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ആര് കൗൺസിൽ ചെയ്തിട്ടും കാര്യമില്ല. നമ്മളിങ്ങനെ പോവാം, വരദാനം ഉണ്ടോ, അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടും. എന്നാൽ നിങ്ങൾ അറിയണേ, ഇതിനൊന്നും ചെറുതാക്കി കാണല്ല. എന്നാൽ കർത്താവ് സംസാരിക്കാത്തൊരു കാലം നിനക്ക് ശരിക്കുള്ള ദൈവസ്വരം അറിയാൻ പറ്റില്ല. ഞാൻ അനേകരെ കണ്ടിട്ടുണ്ട്.
നല്ലേ എൻ്റെ പ്രിയപ്പെട്ടവർ വന്നിട്ട് എത്ര സുവിശേഷം പ്രസംഗിച്ചിട്ടും ഇത് തൊടാത്ത മനുഷ്യരുണ്ട്. കാരണം നമ്മുടെ ആവശ്യം ദൈവത്തെ അറിയുക എന്നല്ല, ദൈവത്തിൽ നിന്ന് എന്ത് ലഭിക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഈ പെൺകുട്ടി ഫൗസ്റ്റീനയെ ഈശോ സഹനത്തിലൂടെ പഠിപ്പിച്ചു. സഹനം ഒരു വിധിയാണോ, ഒരു ദൈവ വിളിയാണോ? നിങ്ങളോട് ചോദിക്കുക, സഹനം ഒരു വിധിയാണെന്നുള്ളൊരു കൈവയ്ക്ക്. സഹനം ഒരു വിധിയാണ്. ഉള്ളിലെല്ലാവർക്കും ആഗ്രഹം അത് പൊക്കാനാണ്. രണ്ടാമത്തെ വാക്ക് പറഞ്ഞതുകൊണ്ടാണ് പൊക്കാത്ത. ദൈവവിളിയാണെന്നുള്ളൊരു കൈവയ്ക്ക്. സഹനം ദൈവവിളിയാണ്. നിങ്ങൾ 2-3 ദിവസം മുമ്പ് ഞാൻ വരുന്നതിന് തലേ ദിവസം ഇവിടെ ഒരു അച്ഛൻ ഒരു ബ്രദർ ക്ലാസ് എടുത്തോ. ബ്രദറിന്റെ പേരെന്താ അറിയോ? തോമസ് ബ്രദറാണ് എടുത്തത്. ഞാൻ വരുന്നതിന് മുമ്പ് ബേബി ജോൺ കലന്താനിയാണ് ഇവിടെ ക്ലാസ് എടുത്തത്. ഈ ബേബി ചേട്ടൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമുണ്ട് സഹനവുമായി ബന്ധപ്പെട്ട്. അതിപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ. ചേട്ടൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ചേച്ചിക്ക് ക്യാൻസർ വന്ന് മരിക്കാൻ കിടക്കാം. അങ്ങനെ ക്യാൻസർ വന്ന് മരിക്കാൻ കിടക്കും. ഈ ചേട്ടൻ ആ ചേച്ചിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ പോവാം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ പ്രാർത്ഥിക്കോട്ടോ. 2 പെൺകുട്ടികളാണ്. ഈ ചേച്ചിയെ ആശ്വസിപ്പിച്ച് സംസാരിക്കുക. പെട്ടെന്ന് ഈ ചേച്ചി പറഞ്ഞു, ബേബി നീ എനിക്ക് വേണ്ടി എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാന്നാ? എൻ്റെ രോഗം മാറാനോ, എൻ്റെ വേദന മാറാനോ? അപ്പൊ ബേബി ചേട്ടനോട് ചോദിച്ചു, ഈശോ മുൾമുടി അണിഞ്ഞ് എൻ്റെ മുഖത്ത് മുത്തം തരുമ്പോ മുള്ളാണോ ചുണ്ടാണോ ബേബി എൻ്റെ മേത്ത് കൊള്ളാം? ഈശോ മുൾമുടി അണിഞ്ഞ് എനിക്കൊരു മുത്തം തരുമ്പോ മുള്ളാണോ ചുണ്ടാണോ കൊള്ളുക? ഓപ്ഷനെ മുള്ളാണ് കൊള്ളുക എന്നുള്ളൊരു കൈവക്കാം. നിങ്ങളുടെ അഭിപ്രായം അറിയട്ടെ. ചുണ്ടാണ് കൊള്ളുക എന്നുള്ളൊരു കൈവക്കാം. ചുണ്ട്. ഓക്കെ, ചുണ്ടല്ല കൊള്ളാം. കാരണം എന്താ? മുള്ള് മുന്നിൽ നിൽക്കുന്നുണ്ട്, മുള്ളാണ് കൊള്ളാം. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈശോ മുഖത്ത് മുൾമുടി ചൂടി ഉമ്മ തരുമ്പോ അത് ഞാൻ വേണ്ടെന്ന് പറയണോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബേബി ചേട്ടൻ ഒരു പേപ്പറും പേനയെടുത്ത് ഈ വാചകവുമായിട്ട് കറുകുറ്റി ആശ്രമ ദേവാലയത്തിന്റെ ക്രൂശിത രൂപത്തിന്റെ മുന്നിൽ പോയി ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി, മുൾമുടി അണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്നതും വരമേകി, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയ പോൾ ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേരല്ലോ. എന്താണ് എൻ്റെ പേര്? അതിൻ പേരല്ലോ. ആ ചേച്ചി മരിച്ചു കേട്ടോ. പാട്ട് ഇന്നും ജീവിക്കുന്നുണ്ട്. അടുത്തിരിക്കുന്നവർക്ക് ഷെക്കിൻ്റെ കൊടുത്ത് മുൾമുടി ചൂടി ഈശോ എല്ലാം ഉമ്മ തന്നിട്ടുണ്ടെന്ന് ചോദിച്ച് അത് മാത്രം കെട്ടുന്നുള്ളെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. നിങ്ങൾ ഭാഗ്യവാന്മാരാ, രക്ഷപ്പെട്ടു. കിട്ടിയോ? അപ്പോ പ്രിയപ്പെട്ടവരെ കണ്ടോ, ആ വ്യക്തി ആ സഹനത്തെ കണ്ട കാഴ്ചപ്പാടിന് പേരാണ് കൃപ. നീ എങ്ങനെ കാണുന്നു നിന്റെ ദൈവത്തെ എന്ന് നിന്റെ ജീവിതത്തിന്റെ കൃപ കണ്ടാൽ അറിയാം. വെറുതെ ജോലിയും വീടും കിട്ടിയില്ലെങ്കിൽ എവിടെ ദൈവം? അപ്പൊ പൊന്നാറ സാറിന്റെ അടുത്ത് പോവും, അല്ലെങ്കിൽ സ്പിരിറ്റ് ജീസസിൽ പോവും, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റിൽ പോവും. ഇങ്ങനെ ഓടി നടക്ക. എന്താ നീ അറിഞ്ഞോ? നിന്റെ കത്തോലിക്ക സഭ പീഡിപ്പിക്കപ്പെട്ട് വളർന്നതാ. നീറോ ചക്രവർത്തിയും ഡയോക്ലിഷ്യസ് ചക്രവർത്തിയും സഹനം എന്ന കിരാത നേതാക്കന്മാരുടെ കാലത്താണ് സഭയിൽ ഏറ്റവും കൂടുതൽ കരുണ പൊട്ടിപ്പുറപ്പെട്ടത്. അടുത്തിരിക്കുന്നവർക്ക് ഷെക്കിൻ്റെ കൊടുത്തു. പേടിക്കണ്ട, 5 വർഷം അച്ഛൻ പറയുന്നുള്ളൂ. ഈ അൽത്താരിൽ നിന്ന് പറയാ, 5 വർഷത്തിനുള്ളിൽ ദ സെയിം ഹിറ്റ്ലർ ഈ ലോകത്ത് വന്നിരിക്കും. അപ്പൊ നിങ്ങൾ ജർമ്മനിയിൽ നിന്ന് വേഗം ഓടി നാട്ടിൽ വരും. വന്നു തുടങ്ങിയല്ലോ അല്ലേ? എന്ന് തുടങ്ങിയ യുദ്ധം. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിരുന്ന യുദ്ധം വന്നപ്പോൾ നമുക്ക് വല്ല പ്രശ്നം ഉണ്ടാവുന്നു? അറിഞ്ഞു മക്കളെ, കാത്തിരുന്നോ. നീ എത്ര സ്വരു കുട്ടിയാലും ഒന്നും ഉപകാരപ്പെടില്ല. കിരാതന്മാരായ നേതാക്കന്മാര് ഭരിക്കുന്ന കാലഘട്ടം അകലെയാണ്. ഞാനത് വെറുതെ പറയും, പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല. വി പ്രിപ്പയർഡ് ourselves. ഒരുങ്ങിക്കോ. ജോലി നഷ്ടപ്പെട്ട് മക്കൾ വരുമ്പോ സ്ഥലം വിറ്റ് ഇവിടെ ജീവിച്ച കടബാധിതയുടെ മുകളിൽ കിടക്കും. എല്ലാം വിറ്റിട്ട് വിടുന്ന പിടിക്കാന്നറിയോ? യുദ്ധം നടക്കുന്ന രാജ്യത്താ. അതുകൊണ്ട് കാത്തിരുന്നോ. എല്ലാം നേടുമ്പോഴും ഇനിയൊരു
കരുണ എന്നത് മാത്രമാകും. അത് മനസ്സിലാവില്ല. ഞാൻ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. എങ്ങനെയാണ് ഈ ഫൗസ്റ്റീൻ ഈ ലോകത്ത് ജനിച്ചത് അതറിയണമെങ്കിൽ നിങ്ങൾ പോകേണ്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്കാണ്. കേട്ടിട്ടുണ്ടോ രണ്ടാം ലോക മഹായുദ്ധം? കേട്ടിട്ടുള്ളവരെന്ന് കൈവയ്ക്ക്. കേട്ടിട്ടുള്ളവർ, പഠിച്ചിട്ടുള്ളവരാ. ഏത് വർഷമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം? 1939 ആരാണ് ഈ രണ്ടാം ലോക മഹായുദ്ധം ലോകത്ത് പൊട്ടിപ്പുറപ്പെടുപ്പിച്ച ആ കിരാതനായ ഭരണകർത്താവ്? ആരാന്നറിയോ? കേട്ടിട്ടുണ്ടോ? രണ്ടാം ലോക മഹായുദ്ധം കേട്ടിരുന്ന് കൈവയ്ക്ക്. എന്നിട്ട് അറിയില്ലേ ഇത് ആരാ ഇത് ചെയ്തതെന്ന്? അറിയോ ഏത് ഭരണകർത്താവായിരുന്നു? അവന്റെ പേരാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലർ എന്ന ഭരണകർത്താവിന്റെ പിശാച് കയറിയ ഒരു നേതാവിന്റെ ഭരണമായിരുന്നു. അനേകരും മരിച്ച ഭരണം. ഹിറ്റ്ലർ അങ്ങനെ ആവാൻ കാരണം എന്തെന്നറിയോ? അവന്റെ അപ്പൻ എന്നും തല്ലുമായിരുന്നു. ഇന്നും ഇതിൽ കുറെ അപ്പച്ചന്മാർ ഇതിലുണ്ടോന്ന് അറിയില്ല, ഈ നാട്ടിലുണ്ട് കുറെ ഹിറ്റ്ലർമാർ. ആ പിള്ളേരെ നശിപ്പിക്കുന്ന ഹിറ്റ്ലർമാർ കുടിച്ചും തല്ലുണ്ടാക്കി നശിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിന്റെ മകൻ നാട്ടിലെ ഹിറ്റ്ലർ ആകുമ്പോൾ നീ കുടി നിർത്തിയിട്ട് ഈശോയുടെ അതിദാരണം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നന്നായിക്കോ, അല്ലെങ്കിൽ നിന്റെ മകൻ ഒരു ബില്ലാതനാകും ഈ നാട്ടിൽ. ഇതെങ്ങനെയുണ്ടായ ഹിറ്റ്ലറിനും? അവന് ലഭിക്കേണ്ട സ്നേഹങ്ങളെ നിഷേധിക്കപ്പെട്ട അവന്റെ അപ്പന്റെ ബാല്യകാലം അവനെ ക്രൂരനാക്കി. 2, അവന്റെ അപ്പന്റെ പെങ്ങള് ഒരു വീൽ ചെയറിലിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ചെറുപ്പത്തിലെ വൈകല്യം ഉള്ളത് കൊണ്ട് ആരെയും ആ സ്ത്രീക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം മുറിവിനെ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് പൊതിയാത്തത് കൊണ്ട് അവളിൽ ഒരു ദുഷ്ടതയുണ്ടായിരുന്നു ആ സ്ത്രീയിൽ. ഈ സ്ത്രീ എന്ത് ചെയ്യുന്ന ഈ കൊച്ചിനെ ബെൽറ്റ് കൊണ്ട് കഴുത്തിലിട്ടിട്ട് ഈ വീൽ ചെയറിലിട്ട് വലിച്ചു കൊണ്ടു. ഈ ഹിറ്റ്ലർ ചെറുപ്പത്തില് ഈ പട്ടിയെ പോലെയായിരുന്നു ആ വീട്ടിൽ. നിങ്ങൾക്കറിയോ ഹിറ്റ്ലറിന് ഈ ഭരണം കിട്ടിയപ്പോൾ ആദ്യം ചെയ്തത് ആ നാട്ടിലുള്ള എല്ലാ വൈകല്യമുള്ളവരെയും ഒറ്റ രാത്രി കൊണ്ട് അവൻ കൊന്നുകളഞ്ഞു, തീയിട്ട് കൊന്നു. ഇന്നും ജർമ്മനി പോകുമ്പോൾ നിങ്ങൾക്ക് കാണേണ്ടത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ചെല്ലുമ്പോൾ വീൽ ചെയറുകൾ ഇങ്ങനെ കൂട്ടിക്കിടക്കണം. ആ നാട്ടിൽ ഒരു വൈകല്യമുള്ളവനുണ്ടായ അവനെ ചെറുപ്പത്തിൽ കൊല്ലും. നിങ്ങൾക്ക് ഇതുപോലെ വല്ല ഭരണകർത്താക്കൾ അറിയൂ? ഇതിനു മുമ്പ് ബൈബിളിൽ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ വല്ല ഭരണകർത്താക്കളെയും? ഈശോ ജനിച്ച കാലത്ത് ആരത്? ഹേറോദേസ്. അറിയണേ, കർത്താവിന്റെ കാലഘട്ടത്തിലുണ്ടായ അതേ ഭരണ സംവിധാനങ്ങൾ രണ്ടാം ലോകമഹായുദ്ധത്തിലും ഒന്നാം ലോകമഹായുദ്ധത്തിലും ഇനിയും ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലും ഇവര് തിരിച്ചു വരും. അതുകൊണ്ട് ദൈവം വചനത്തിൽ പറയണേ, നിങ്ങൾ യുദ്ധത്തെ കുറിച്ച് കേൾക്കും, അമ്മയുടെ കിംവദന്തികൾ കേൾക്കും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുല്യവും നിസ്സാരമാണ്. വീട്ടിൽ ജോലിയില്ല, മക്കള് കല്യാണം, ഇതല്ല ഇനി വരാനിരിക്കുന്നതേ പച്ചയ്ക്ക് കത്തിക്കുന്ന കാലം കാത്തിരുന്നു. ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിലും വെടി കിട്ടാം. അമ്പയത്തൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കട്ടെ ഒരു വെടി തീരും, അത് ഉറപ്പാണ്. ആ ചങ്കുറ്റെന്നോന്ന് പറയും ഇതിവിടുന്ന് പറയാൻ പേടിയില്ല പ്രിയപ്പെട്ടവരെ. ചത്ത കർത്താവിന്റെ അടുത്ത്, അതല്ലേ, ജീവിച്ചാലും മരിച്ചാലും കർത്താവിന്, അതാണ് വിശ്വാസം. ഇന്നത്തെ തലമുറയ്ക്ക് അതില്ല. നമ്മുടെ കാറ്റഗിസം പുസ്തകത്തിൽ പഠിപ്പിക്കുന്ന പോലും ഈ ഒരു തിയറി പഠിപ്പിച്ചാലാ പിള്ളേരെ ആരാ യേശുവിന് വേണ്ടി മരിക്കാന്ന് പറയും. ഹല്ലേലൂയ. വല്ലയിടത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഫൗസ്റ്റീന മഠത്തിൽ ചേരുന്നത് 1925 ഈ കൊച്ചു പെൺകുട്ടി ആ കോൺവെന്റിൽ ചേരുന്നത് 1925. അങ്ങനെ മഠത്തിൽ ചേർന്ന് സിസ്റ്ററായി. 1938 ഫൗസ്റ്റീന പുണ്യവതി മരിച്ചു. അങ്ങനെയെങ്കിൽ മഠത്തിൽ ചേർന്ന കുറച്ചു കാലം കഴിഞ്ഞു ഈശോ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. എന്തു പറഞ്ഞുകൊണ്ട്? മോളെ, ഞാൻ കരുണയുടെ ദൈവമാണ്, നീ എഴുത്, നീ ഒരു ഡയറി എടുത്ത് ഇങ്ങനെ എഴുത്. ഡയറിയുടെ പേരെന്താണെന്നറിയൂ നിങ്ങൾക്ക്? മലയാളത്തിൽ എൻ്റെ ആത്മാവിനെ ഒഴുകുന്ന ദൈവത്തിൻ്റെ കരുണ, അളവറ്റ കരുണ. അതാണ് ഡയറിയുടെ കിട്ടി. അങ്ങനെ എഴുതി ഫൗസ്റ്റീനയെ കൊണ്ട് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു. എന്നിട്ട് എന്ന് മരിച്ചു ഫൗസ്റ്റീന? 1900 പറയ്, ഏത് വർഷം മരിച്ചേ? 1938. എന്നാ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങണേ? 1900. നിങ്ങൾ അറിയണേ, ഫൗസ്റ്റീനയും ഹിറ്റ്ലറും ഒരേ കാലത്ത് ജനിച്ചവരാ. ഒരു വ്യക്തി
ലോകത്ത് കരുണ കൊണ്ടിരുമ്പോൾ ദൈവത്തിന്റെ മറ്റൊരു മകൻ ഈ ലോകത്തെ നശിപ്പിക്കുന്നവനാകാം. ദൈവം സൃഷ്ടിച്ച 4 മാലാഖമാർ, 1 മിഖായേൽ, 2 ലൂസിഫർ, 3 ഗബ്രിയേൽ, റഫായേൽ. ഇതിൽ 1 നശിച്ചു, ബാക്കി 3 നിലനിന്നു. അടുത്തിരിക്കുന്നവർക്ക് സെക്കൻഡ് കൊടുത്തേ, നീ ഹിറ്റ്ലറാണോ ഫൗസ്റ്റീനയാണോ ചോദിച്ചേ? അതറിയണേ. ഒന്നെങ്കിൽ യൂദാസ്. ഇനി നിങ്ങൾ അറിഞ്ഞോ, കർത്താവ് പെസക അർപ്പിച്ചപ്പോൾ 2 പേരെ അപ്പുറത്തിരുത്തി. ഇത് വളരെ ഇമ്പോർട്ടൻ്റാ. പഴയ നിയമം പെസക പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ പ്രത്യേകത. ഒന്ന്, ഈശോയെ ഇഷ്ടപ്പെട്ട വ്യക്തിയും ഈശോ ഇഷ്ടപ്പെട്ട വ്യക്തിയും. ഒന്ന്, ഈശോയെ ഇഷ്ടപ്പെട്ട വ്യക്തി അതാരായിരുന്നു? പരിശുദ്ധ കുർബാനയിൽ ഈശോയെ ഒത്തിരി ഇഷ്ടപ്പെട്ട 12 ശിഷ്യന്മാരിൽ യോഹന്നാൻ. എന്നാൽ ഈശോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് ശിഷ്യനായിരുന്നു ഈ 12 പേരിൽ? അത് യൂദാസായിരുന്നു. ഈശോ ആദ്യം അപ്പം മുറിച്ചു കൊടുത്തത് ആർക്കാ? ആദ്യം പാനപാത്രം വിളമ്പിയത് ആർക്കാ? അടുത്തിരിക്കുന്നവർക്ക് ഷെയ്ക്കിൻ്റെ കൊടുത്തേ, കുർബാനയിൽ നീ യോഹന്നാനാണോ യൂദാസാണോ ചോദിച്ചു. ഇതെല്ലാ കാലത്തും ഉണ്ട് കേട്ടോ. പറയാൻ പറ്റില്ല ഈ ഇരിക്കുന്നതിൽ ഏതാണ് ഈ കിരാതനായ ഭരണകർത്താവ്. ഇരിക്കുന്ന പിള്ളേര് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. ചിലപ്പോൾ സഭയിൽ വൈദികരുടെ കൂട്ടത്തിൽ നിന്ന് വരാം, ഒന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഉണ്ടാകാം. അന്ത്യകാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെ അതാണ് പറഞ്ഞേ. നിങ്ങൾക്കറിയോ യുഗാന്ത്യം എന്താണെന്നറിയോ? യുഗാന്ത്യം 2000 എത്ര പേരെ മെഴുതിരി കത്തിച്ച് വെച്ച് ഇപ്പൊ അവസാനിക്കുന്നു പറഞ്ഞിട്ട് അവസാനിച്ചോ? അത് വിശുദ്ധ കുർബാന അറിയാത്തതുകൊണ്ടാണ്. വിശുദ്ധ കുർബാനയിൽ സമാപന ആശീർവാദത്തിൽ ഒരു ഗാനം പാടുന്നുണ്ട്. അതെന്താണെന്ന് അറിയോ? പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേം നഗരത്തിൽ മാലാഖമാരുത്തുബലം. കിട്ടിയോ? നന്നായി മരിച്ചവന് സ്വർഗം അപ്പൊ തന്നെ കിട്ടും. അടുത്തിരിക്കുന്ന ഒരു ഷെയ്ക്കിൻ്റെ കൊടുത്ത്, സ്വർഗത്തിൽ പോകാൻ ഇഷ്ടം നരകത്തിൽ പോകാൻ ഇഷ്ടം ചോദിച്ചേ. സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമുള്ളവരൊന്ന് കൈവയ്ക്കേ. അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നോക്കി. കൈവക്കാത്തവരുണ്ടെങ്കിൽ നരകത്തിൽ പോകുന്നവർ ഇപ്പം എന്നെ കാണാം. നീ കണ്ടില്ലെന്ന് പറയരുത്. ഓക്കെ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ 1940 ഇനി ശ്രദ്ധിക്കുക, ഫൗസ്റ്റീനയുടെ ഒരു പ്രധാനപ്പെട്ട കോൺവെന്റ് ഉണ്ട്. അത് ശരിക്കും നാസിക്കാര്, ജർമ്മൻ നാസി പട്ടാളം നടത്തുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിന് 1 കിലോമീറ്റർ അകലെയാണ്. അത് ഓഷ്വിറ്റ്സ് തടങ്കൽ പാളയം എന്ന് പറയും. നിങ്ങൾ ഈ കേട്ടിട്ടുണ്ടോ ഈ തടങ്കൽ പാളയം അല്ലെങ്കിൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? വളരെ ക്രൂരമാണ് ശരിക്കും. അതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല. ഒരു ചെറിയ ഓട്ടയുടെ ഉള്ളിൽ 20 പേരെ തള്ളിക്കയറ്റും. അങ്ങനെ എയർ മുട്ടിച്ചാവും. പിന്നെ വിഷവാതകം നിറച്ചൊരു റൂമിലിട്ട് കൊല്ലും. പ്രിയപ്പെട്ടവരെ, എൻ്റെ സുഹൃത്തച്ഛൻ, ഞാൻ ഈ വർഷം ജർമ്മനി പോകുമ്പോൾ ഈ സ്ഥലം ഒന്ന് കാണാൻ പോവാ. എല്ലാ മാർപ്പപ്പന്മാരും ഈ സ്ഥലത്ത് പോയിട്ട് കരയാറുണ്ടെന്ന് പറഞ്ഞു, കരഞ്ഞു പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഈ വർഷം ജർമ്മനിയിൽ ഞാൻ 18-ാം തീയതി പോകും, ഈ 18-ാം തീയതി ജർമ്മനി പോകും. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട്. എന്തെന്നറിയോ? അതുപോലെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫൗസ്റ്റീനയുടെ മഠത്തിൽ നിന്ന് വെറും 1 കിലോമീറ്റർ അകലെയുള്ളൂ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഈ ഫൗസ്റ്റീന മരിച്ച് 1 വർഷം കഴിയുമ്പോൾ തുടങ്ങിയത്. അപ്പൊ എന്തിനാണ് ഫൗസ്റ്റീനയെ ആ നാട്ടിൽ കൊണ്ടുവന്നതും ഈ ഡയറി എഴുതിച്ചതും? നിങ്ങൾക്കറിയാലോ, ചില സിസ്റ്റർമാരെ കാണാൻ നമ്മൾ ഇന്നും കോൺവെന്റിൽ പോവും, ചില അച്ഛന്മാരെ കാണാൻ പോവും. എന്താ കാരണം? എൻ്റെ വീട്ടില് എൻ്റെ അപ്പനും അമ്മയും പറയണ കേട്ടിട്ടുണ്ട്, ഇപ്പൊ വന്നക്കണ അച്ഛനില്ലേ, ഇപ്പൊ വന്നക്കണ അച്ഛനില്ലേ. നിങ്ങൾ പറയാറില്ലേ, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ വികാരിച്ചനും കൊച്ചനും വരുമ്പോൾ അറിയില്ല, ഇപ്പൊ വന്നക്കണ അച്ഛനില്ലേ, ഈ അച്ഛൻ നല്ല കൃപയുള്ള അച്ഛനാ, എന്താ കുർബാന, പ്രാർത്ഥന. മറ്റേ അച്ഛനില്ലേ, ഞങ്ങളും അത് പറയും. ഞങ്ങളും ഊട്ടുമുറിയിലിരുന്ന് പറയും, ആ കുറച്ച് വീട്ടുകാരുണ്ട്, ബാക്കിയല്ല. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴിചാരാം. തീർച്ചയായിട്ടും അറിയണേ, ഇങ്ങനെ കൃപയുള്ളവർ കാട്ടിലിരുന്നാലും ജനം അവിടെ തേടി വരും. നമ്മൾ ഫ്ലക്സ് ഒന്നും വെക്കണ്ട, കൃപയുണ്ട് കൃപയുണ്ടെന്ന് പറയും. ഇന്ന് കുറെ പേര് ഇങ്ങനെ കുറെ ശുശ്രൂഷകർ വരാന്നറിയോ, കൃപയുണ്ട് കേട്ടോ, ഞാൻ ഇന്നച്ഛൻ്റെ ഒപ്പം കൃപയുള്ള ആളാ, ഞാൻ ഇന്നാളുടെ ഒപ്പം ഉള്ള ആളാ. ഒരിക്കലും ഞാനൊരു ചേട്ടനോട് ചോദിച്ചേ, ചേട്ടൻ അപ്പോളോസിന്റെ ആണോ പീലിപ്പോസിന്റെ ആണോ പത്രോസിന്റെ ആണോ? ബൈബിളിൽ ചോദിച്ചതാ, കർത്താവിന്റെ അല്ലല്ലോ. നമ്മുടെ ചിന്ത ഇപ്പൊ എന്നോട് പറയാറുണ്ട്, ഞാൻ ഇന്നച്ഛൻ്റെ, വെറുതെയാണ് അതിൻ്റെക്കും പേര്, ഒരു കാര്യമില്ല. നമ്മളാരുടെ കൂടെയാണ്? നമ്മുടെ ആരുടെ ആളാണ്? കർത്താവിൻ്റെ ആൾക്കാരൊന്ന് കൈവയ്ക്കുക. ഉണ്ടോ? നമ്മൾ കർത്താവിൻ്റെ ആൾക്കാരാ, നമ്മൾ ആളുടെ ആളാണ്, ഇവന്റെ ആളാണ്. അവിടെ ഒന്നും പറയണ്ട. ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിനക്ക് തരണമെങ്കിൽ നീ ആരുടേതാകണം? അതൊരു പൗലോസ് പറഞ്ഞേ, നീ അപ്പോളോസിന്റെ ആകാം,
നീ ഫിലിപ്പോസിനെ ആകാം, നീ അന്ത്രയോസിനെ ആകാം, എന്നാൽ നീ കർത്താവിന്റെ ആണോ, എന്നാൽ നീ രക്ഷപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പേരുള്ളിടത്ത് ഓടിപ്പോയിട്ട് കാര്യമില്ല. അവിടെ പേര് പോകുമ്പോൾ അടുത്ത പേരുള്ളിടത്ത് പോകും. എന്നാൽ സ്വർഗത്തിന്റെ പേര് ഒരിക്കലും പോകില്ല. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഫൗസ്റ്റീന പുണ്യവതി അവിടെ മരിക്കുന്നതിന് മുമ്പ് ആ കോൺവെന്റിൽ വന്ന പാവപ്പെട്ട മനുഷ്യരെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്തു. എന്താണ്? ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും. എന്താ കാരണം? ഒരു ഫൗസ്റ്റീന പറഞ്ഞു, ഇത് പ്രാർത്ഥിച്ചോട്ടാ, ദേ വരാനിരിക്കുന്നു സഹനം. അന്നിവറ്റങ്ങൾക്ക് ഇത് മനസ്സിലായില്ല. ഇവരിങ്ങനെ പോയി ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ജീസസ് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇവരെന്തിനു പ്രാർത്ഥിച്ചെന്ന് പറയും, ഇതൊക്കെയും അയ്യോ ഞങ്ങളുടെ കടബാധ്യത മാറാൻ, ഈശോയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചത് വേറെ കാര്യത്തിനാണ്. വന്നപ്പോഴാ മനസ്സിലായേ ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലേ ഈ പ്രവാചകയെ ഈ ലോകത്ത് കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവർ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് തുറന്നു. ഈ മനുഷ്യരെ അവിടെ കൊണ്ടിട്ട് പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ ജയിലറിൽ കിടന്ന് ഇവരിങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയുടെ അതിദാരുണമായ, ഈശോ സഹിച്ച പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെ പീഡിപ്പിക്കുന്നവരെയും ഞങ്ങളുടെ പീഡകളെയും മഹത്വവൽക്കരിക്കണമേ എന്ന് ആ ജയിലറിൽ കിടന്ന് ഇവർ പ്രാർത്ഥിച്ചു. ഈ ഫൗസ്റ്റീന ഇത് പഠിപ്പിച്ചു കൊടുത്തില്ല ഇരുന്നുവെങ്കിൽ എങ്ങനെ ഇവരിത് പ്രാർത്ഥിക്കുമായിരുന്നു? അപ്പൊ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ ഒരു വചനം പറഞ്ഞത്. എന്താണ്? നീയോ കുഞ്ഞേ അത്യുന്നതന്റെ പ്രവാചക എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ, ഈ പീഡാസഹനങ്ങളുടെ കാലത്ത് വഴിയൊരുക്കാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടിയെ കോൺവെന്റിൽ വിളിച്ചിരുന്ന പേരുകൾ കേൾക്കണോ? നല്ല രസമാണ് കേട്ടോ. കർത്താവിന് വേണ്ടി ഇങ്ങനെ ഓടിത്തടന്ന നമ്മളെ പലരും വിളിക്കുക എന്നൊന്ന്, ഒന്ന് മാനസിക രോഗി എന്ന് വിളിച്ചിരുന്ന മഠത്തിലുള്ളവർ ഈ പെൺകുട്ടിയെ വിളിച്ചിരുന്നത് മായാദർശനക്കാരി. ഇവൾ ഓരോ സ്വപ്നം കണ്ട് ഓരോന്ന് വിവരി കളിയാക്കും. നമ്മുടെ ചുറ്റുമുള്ളവരിങ്ങനെ പറയുമ്പോൾ കളിയാക്കിക്കോട്ടാ, ചിലപ്പോൾ അവർ പറഞ്ഞായിരിക്കും സത്യം. അടുത്തത് പറഞ്ഞെന്നറിയോ? മാനസിക രോഗി. മറ്റൊരു കാര്യം പറഞ്ഞ് അധ്വാനിക്കാതിരിക്കാൻ സഹന അഭിനയിച്ച് കിടക്കുക അവള്. നിങ്ങൾക്കറിയാലോ കൊച്ചു ത്രേസ്യ പുണ്യവതിയെ. അതുപോലെ നിങ്ങൾക്ക് അൽഫോൻസമ്മയുടെ കഥ അറിയാലോ. എന്തോരം നമ്മൾ എന്നിട്ട് ഈ അൽഫോൻസമ്മയുടെ കബറെടുത്ത് പോയി പറയാ, അൽഫോൻസമ്മ എന്തായാലും തണ്ടൽ ഒടിഞ്ഞു കിടന്നു, എൻ്റെ തണ്ടൽ വേന മാറ്റിത്താ. എന്തൊരു മനസ്സാക്കിയില്ലാത്ത മനുഷ്യര്. അടുത്തിരിക്കുന്ന ഒരു ചോക്കിൻ്റെ കൊടുത്ത് നിങ്ങളല്ലോ കേട്ടോ ഇതുപോലെ പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കുന്നത് സഹനം കളയ എന്നാ അവര് പറയാ, മക്കളെ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, അത് ദർശിക്കാനും കഴിയില്ല. The suffering is, our church is suffering church. Our church is poverty. ദാരിദ്ര്യത്തിന്റെ സഭയ, സുഖലോലുപതയുടെ അല്ല. ഒരിക്കൽ ഫ്രാൻസിസ് അസീസി സ്വപ്നം കാണാണ്. ഈശോ വന്നിട്ട് പറഞ്ഞു, ഫ്രാൻസിസ് നീ മാർപ്പാപ്പയോട് പറയണം നമ്മുടെ സഭ ദാരിദ്ര്യത്തിന്റെ സഭയാണ്. ഫ്രാൻസിസ് എന്ത് ചെയ്തു? ഈ അസീസിയിൽ നടന്നു റോം വരെ, ഒത്തിരി കിലോമീറ്റർ ഉണ്ട്. ഈ ചെരുപ്പിടാതെ ചാക്കെടുത്ത് നടന്നു. കോടീശ്വരന്റെ മോനാ. നിങ്ങൾ അറിയണേ, നമ്മളെല്ലാം ഉണ്ടാക്കാൻ നോക്കുമ്പോഴേ ഉണ്ടായത് ഇട്ടെറിഞ്ഞ് വരണമെങ്കിൽ അവൻ ദൈവത്തെ കണ്ടതുകൊണ്ടല്ലേ. അങ്ങനെ ഫ്രാൻസിസ് ഇവിടെ വന്നപ്പോ ഈ മാർപ്പാപ്പയുടെ അടുത്തേക്ക് കയറ്റിയില്ല. അസീസിയ പുറത്തു പോകണമെന്ന് പറഞ്ഞു. കാരണം ഈ ചാക്കെടുത്ത് ആളുടെ വീട്ടിലെ സമ്പത്ത് കണ്ടിരുന്ന ഒരു വേഗം കയറ്റി വിട്ടാന്. കാരണം ചാക്കൊക്കെ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ അസീസിയിലെ ഫ്രാൻസിസ് ആണ്, മാർപ്പാപ്പനെ കാണാൻ വന്നതാ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പുറത്തുള്ളവർ പറഞ്ഞു, അസീസി ഫ്രാൻസിസ് ഭയങ്കര കൃപയുള്ള മനുഷ്യനാണ്, ജീവിക്കുന്ന മനുഷ്യനാ. അങ്ങനെ മാർപ്പാപ്പൻ്റെ അടുത്തെത്തി. മാർപ്പാപ്പയുടെ മുന്നിൽ മുട്ടുകുത്തി ഇങ്ങനെ കൈ കൂപ്പിയിട്ട് പറഞ്ഞു, പിതാവേ നമ്മുടെ സഭ ദാരിദ്ര്യത്തിലാണ്. മാർപ്പാപ്പയുടെ ഡ്രസ്സൊക്കെ നല്ല തിളങ്ങുന്ന ഡ്രസ്സാ. മുന്നിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, നമ്മുടെ സഭ ദാരിദ്ര്യത്തിൻ്റെയാണ്. മാർപ്പാപ്പ പറഞ്ഞു, ഇറങ്ങിപ്പോ, നീ ആരെന്നെ പഠിപ്പിക്കാൻ, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. മാർപ്പാപ്പയ്ക്ക് മനസ്സിലാവാത്തതുകൊണ്ടാ, മാർപ്പാപ്പയുടെ കുറ്റമല്ല. മാർപ്പാപ്പ ഒരു പിച്ചക്കാരൻ്റെ പോലെ ഒരാൾ വന്നിട്ട് എന്നോട് സഭ ദാരിദ്ര്യമാണ്, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. പോയി പന്നീനെ മേക്കടാന്ന് പറഞ്ഞു. ആളത് അക്ഷരം പ്രതി ശരി ആമേ. ഇറങ്ങിപ്പോയിപ്പോൾ അവിടെ കുറേ പന്നികളുണ്ട്, അവർക്ക് തീറ്റ കൊടുത്ത് റൂമിൽ പന്നീനെ മേക്കിലാണ്. വിൽക്കാനൊന്നല്ല കേട്ടോ, നമ്മുടെ പോലെ ഫാമല്ല. അവിടെ 3 ദിവസമായിട്ട് മാർപ്പാപ്പയ്ക്ക് ഉറക്കം കിട്ടുന്നില്ല. മാർപ്പാപ്പ ഉറക്കത്തിൽ കാണുന്നതെന്നറിയോ? ഞാൻ നിന്നെ അധികാരിയാക്കിയത് ഇതിനു വേണ്ടിയിട്ടാ. അസീസിയിലെ ഫ്രാൻസിസിനെ ഞാനാ പറഞ്ഞയച്ച്. ഹി സെക്കൻഡ് ക്രൈസ്റ്റ്, 2ാം ക്രിസ്തുവാണവൻ. ഫ്രാൻസിസ് ഒരു അച്ഛനായിരുന്നോ? ഫ്രാൻസിസ് ഒരു അച്ഛനായിരുന്നോ? ആണോ? ഒരു അൽമായനായിരുന്നോ? പിന്നെ ആരായിരുന്നു? ഒരു അൽമായ സന്യാസിയായിരുന്നു. ഒരു സാധാരണ മനുഷ്യൻ.
കുർബാന ചെല്ലാൻ പറ്റുമായിരുന്നോ ഫ്രാൻസിസിന്? കുമ്പസാരിപ്പിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. എന്നിട്ട് പോലും കണ്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അച്ഛന്മാരെ കൊണ്ട് മാത്രമല്ല, ദൈവം ചിലപ്പോൾ ദൈവജനത്തെക്കുറിച്ച് പഠിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു പറയും? മാർപ്പാപ്പ ഈ വത്തിക്കാൻ്റെ അടിയിൽ ഇറങ്ങി നിന്നിട്ട് ഈ പട്ടു വസ്ത്രങ്ങളെ കൂരി വെച്ച് ഫ്രാൻസിസിന് മുന്നിൽ മുട്ടുകുത്തി മാപ്പ് ചോദിച്ചു. അന്നു മുതലാ സഭയിൽ മറ്റൊരു കാലഘട്ടം കടന്നു വന്ന. ഈ ആഘോഷങ്ങളെല്ലാം നിർത്തിയില്ലെങ്കിൽ കരുണ പല ദേവാലയങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു തിരിച്ചറിഞ്ഞു. കാരണം സക്കരാരുടെ അകത്തിരിക്കുന്ന കർത്താവിനില്ലാത്ത വില പുണ്യമാർക്കുണ്ട് ഇന്ന് നമ്മുടെ സഭയിൽ. ചില പെരുന്നാളിന് പടക്കം പൊട്ടുക. ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ 7 വർഷമായിട്ട് പെരുന്നാൾ കൂടാൻ പോകാത്ത ആളാണ്. സ്വന്തം വീട്ടിൽ പോയി. ഞാനൊരു തൃശ്ശൂരുകാരനാണ്. എൻ്റെ സ്വന്തം വീട്ടിൽ പോലും വലിയ ആഘോഷിക്കുന്ന പെരുന്നാളും. കാരണം പള്ളിയുടെ മുകളിൽ നിന്ന് വെടിക്കെട്ട് പൊട്ടും. എന്നാൽ ഈ പള്ളിയുടെ മുകളിൽ നിന്ന് പൊട്ടും പറയണേ, പള്ളിയുടെ അകത്തൊരു അപ്പനിരിപ്പുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലിട്ട് ഗുണ്ട് പൊട്ടിക്കുമ്പോൾ നിങ്ങളുടെ അപ്പം പറയും, എന്തുട്ടാടാ കാണിക്കണേ, ഇവിടെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ഇത് കർത്താവ് പറയുന്ന ഒരു കാലമുണ്ട്, അന്ത്യവിധിയുടെ കാലത്ത്. എന്തിനു വേണ്ടി ആഘോഷിക്കുന്ന? ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. കത്തോലിക്ക സഭയിൽ തിരിച്ചറിയുക, സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ വാക്കുകൾ നിങ്ങൾക്ക് കൃത്യം കിട്ടിയാലേ മനസ്സിലാവുള്ളൂ. ഒന്നാമത്തത് ലാത്രിയ. എഴുതി വെച്ചോ, ലത്തീൻ വാക്കാണ്, ഗ്രീക്ക് ലത്തീൻ വാക്ക് ലാത്രിയ. ലാത്രിയ അല്ല കേട്ടോ, ലാത്രിയ അത് നമ്മൾ മറ്റേ പെരുന്നാളിന് കത്തി, അതല്ല. ലാത്രിയ എന്ന് പറഞ്ഞാൽ അഡോറേഷൻ. അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഗിവിങ് ടു ദ ഗോഡ് അലോൺ. ദൈവത്തിന് മാത്രമേ നമ്മൾ ആരാധന കൊടുക്കാൻ പാടുള്ളൂ. മാതാവിന് ആരാധന കൊടുക്കരുത്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഞാൻ അത്ഭുതം, കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടേ മാതാവിൻ്റെ രൂപത്തിന് മുന്നേ എല്ലാവരും കമന്ന് കിടക്കുക. അത് ഒന്നാം പ്രമാണ ലംഘനമാണ്. കത്തോലിക്ക സഭയുടെ പ്രബോധനം, എൻ്റെ വീട്ടിലെ പഠനമല്ല. കത്തോലിക്ക സഭ കൃത്യമായിട്ട് പറഞ്ഞു 4 degrees of honoring of the church. ഒന്നാമത്തതാണ് ലാത്രിയ. അത് ദൈവാരാധനയാണ്. ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കണം. 2 ഹൈപ്പർ തൂളെ. കേട്ടിട്ടുണ്ടോ? ഒന്നാമത്തെ എന്താണ്? പറയ്. ലാത്രിയ. അത് ഉന്നത ആരാധന, ദൈവത്തിന് മാത്രമേ ഉള്ളൂ. 2ാമത്താണ് ഹൈപ്പർ ധൂളെ. ഹൈപ്പർ ധൂളെ എന്ന് പറഞ്ഞാൽ ഹോണർ ഗീവ് ഇറ്റ് ടു ദ ബ്ലെസ്സഡ് വെർജിൻ മേരി. അതിൻ്റെ അർത്ഥം ഉന്നത വണക്കം. മാതാവിന് നമ്മൾ കൊടുക്കുന്ന എന്താണ്? ഉന്നത വണക്കം. ആരാധനയില്ല. മാതാവിനെ നമ്മൾ ബഹുമാനിക്കും, ആരുടെ അമ്മയായതുകൊണ്ട്. അപ്പോൾ ആരെയാണ് നമ്മൾ ആരാധിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ജപമാല ചെല്ലുന്നത് തെറ്റല്ല. എന്നാൽ അതുകൊണ്ടല്ലേ കത്തോലിക്ക സഭയിൽ ഈ അടുത്തൊരു പഠനം വന്നപ്പോൾ മലയാളികൾക്ക് അത് ഒത്തിരി അസ്വസ്ഥമായതുകൊണ്ടെന്നറിയോ? നമ്മൾ മാതാവിന് എത്രമാത്രം പ്രാധാന്യം കൊടുത്തു. നിങ്ങളൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? ഈ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഈ പാട്ട് കേട്ട് നോക്കിക്കോ. പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ട് നബോനയിൽ. ശരിയാണോ അത്? ശരിയാണോ അത്? അപ്പൊ കാൽവരിയെ മരിച്ചതാരാ? കാലിത്തൊഴുത്തി ജനിച്ചതാരാ? ലോകത്തിൻ്റെ പാപം നീക്കുന്ന ഏക കുഞ്ഞാടാരാ? സെബസ്ത്യാനോസാ. ഇതൊരു ഹൈന്ദവൻ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പാട്ട് നിങ്ങൾ പാടുമ്പോൾ ഇത്രയും വലിയ തെറ്റില്ല. പാപികൾ ഞങ്ങള്, പാപികളായി നിങ്ങളെ കുമ്പസാരക്കൂട്ടിൽ. സെബസ്ത്യാനോസ് അല്ല നിന്റെ പാപം മോചിക്കണേ, യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് നിന്റെ പാപം മോചിക്കുന്നത്. ഇത് അറിഞ്ഞു വെക്കണേ, പാടരുത്, തെറ്റാ. വേറൊരു പാട്ടുണ്ട്, അത്ഭുത പ്രവർ. ഞാൻ അന്തോണിസ് പെണ്ണാളാണ് കേട്ടോ, ഞാൻ എൻ്റെ പാമ്പസ് പേര് അന്തോണിസ് പെണ്ണാളാണ്. എന്നാ പാട്ട് ചിന്തിച്ചു നോക്കി നിങ്ങൾ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസീതനം. നമുക്കത് പാടുമ്പോഴേ കോരിത്തരിപ്പ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പാതുവയിൽ പോയപ്പോ നെട്ടിയൊരു കാര്യമുണ്ട്. അവിടെ ഒരു ചരടും കെട്ടാൻ കിട്ടുന്നില്ല. ഈ വിശുദ്ധന്റെ നാവിരിക്കുന്ന, ഈ വിശുദ്ധന്റെ ശരീരത്തിലെ ഓരോ അവയവം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വെള്ളച്ചരടും കെട്ടാൻ തന്നിട്ടില്ലെന്ന്. കാര്യം നടക്കുന്ന ചരടുകള് ഇതെല്ലാം ബൈബിള് പറയുക, ഞാൻ നിങ്ങളുടെ മന്ത്രണ ചരടുകൾക്ക് എതിരാണ്. ദൈവ കരുണയാണ് ഏറ്റവും വലുത്. കരുണയെ നിങ്ങൾ ചെറുതായിട്ട് കാണരുത്. ഇത് ഞാൻ വെറുതെ പറയുന്നല്ലേ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു പേടിയുമില്ല. തിരുത്തേണ്ടവർക്ക് തിരുത്താം, ഒരു കുഴപ്പമില്ല. ഇത് ഭയങ്കര പ്രശ്നമാണ്. എന്താ കാരണം എന്നറിയോ? നമ്മൾ പല പ്രാർത്ഥനയും അർത്ഥം മനസ്സിലാക്കാത്ത ചെല്ലുന്നുണ്ട്.
അപ്പോ മാതാവിന് കൊടുത്ത പൊസിഷൻ എന്താണ്? ഹൈപ്പർ ദൂളെ എന്ന് പറഞ്ഞാൽ ഹോണർ ഗീവിംഗ് ടു ദ ബ്ലെസ്ഡ് വിർജിൻ, വണക്കം. ഇനി ഒരു എണ്ണം കൂടിയുണ്ട്, പോർത്രഗുള്ള എന്ന് പറയും. അതിന്റെ അർത്ഥം ഇതാണ്, എമംഗ് ഓൾ ദ സെയിൻസ് ഹി ഗിവൺ ദ ഫസ്റ്റ് പ്ലേസ്. അതാണ് സെയിന്റ് ജോസഫ്. ഔസേപ്പിതാവിന് വിശുദ്ധരിൽ ഒരു ഇതുണ്ട്, അതിന്റെ പേരാണ് വണക്കത്തിൽ ഉയർന്ന ആള്. മാതാവിന് ഉന്നത വണക്കമാണെങ്കിൽ അതിന്റെ താഴെയുള്ളതാണ് ആര്? എന്തുകൊണ്ടാണ് അതങ്ങനെ കൊടുത്തൻ? കാരണം ഔസേപ്പിതാവിന് ഈശോയുടെ വളർത്തപ്പനായതുകൊണ്ട്. ഇനി ധൂളെ എന്ന് പറയും. ധൂളെ എന്ന് പറഞ്ഞാൽ വെനറേഷൻ, ഹോണർ ഗിവൻ ടു ദ ഓൾ ദ സെയിൻസ്. എല്ലാ വിശുദ്ധർക്കും ഉള്ളത് എന്താണ്? വണക്കം മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ലുത്തിനെ ചെല്ലിയ, മാതാവിന്റെ ലുത്തിനിയ, കർത്താവേ ചെല്ല്, കർത്താവേ. അടുത്ത് ചെല്ല്, കർത്താവേ. ഞാൻ ചെല്ലി തരാം, നിങ്ങൾ അതിന്റെ ബാക്കി ചെല്ലണം. കർത്താവേ, മിശിഹായേ. ആരാ അനുഗ്രഹിക്കണേ? നിങ്ങൾ എന്ത് ചെല്ലി? ആരാ അനുഗ്രഹിക്കണെന്ന് പറഞ്ഞേ? ആരാ അനുഗ്രഹിക്കണേ? കർത്താവ്. മിശിഹായേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന. ആരാണ് പ്രാർത്ഥന കേൾക്കേണ്ടത്? മിശിഹ. ആരാ മിശിഹ? യേശു. ഇനി മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന ആര് കൈക്കൊള്ളണം? നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ നാട്ടില്, നമ്മുടെ പഞ്ചായത്തില് ഒരു അപ്ലിക്കേഷൻ വെക്കുകയാണ്, നമ്മുടെ വാർഡ് മെമ്പർ ആയിട്ട്, അല്ലെ? ആര് ഒപ്പിട്ടാലാണ് ഈ അപ്ലിക്കേഷൻ പാസ്സാവുക? വാർഡ് മെമ്പർ ഒപ്പിട്ടാലാണോ പഞ്ചായത്ത് പ്രസിഡന്റ് ഒപ്പിട്ടാലാണോ? ആര്? പ്രസിഡന്റ് ഒപ്പിടണം. കിട്ടിയോ? ഇതുപോലെയാ, ദൈവമാണ് പ്രധാനപ്പെട്ടത്. മറ്റുള്ളവരെ അപ്ലിക്കേഷൻ കൊണ്ടുകൊടുക്കുള്ളൂ. കിട്ടണോ വേണ്ടെന്ന് ആര് തീരുമാനിക്കണം? ആര് തീരുമാനിക്കണം? അപ്പൊ ആരെ ആരാധിക്കണ്ടേ? നിങ്ങൾ എല്ലാ ദിവസവും ചെല്ലുന്ന ലുത്തിനെയല്ലേ? കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മാതാവേ. ബാക്കി പറയ്. അന്തോണീസേ, സെബസ്ത്യാനോസേ, ഫൗസ്റ്റീനയെ. കിട്ടിയോ? അവർക്ക് അപേക്ഷിക്കാം, ഒരു അപേക്ഷ കൊടുക്കാം. അനുഗ്രഹിക്കുന്ന ദൈവം. അതുകൊണ്ട് അപേക്ഷിക്കുന്നവനെ അനുഗ്രഹിക്കുന്നതിന്റെ സ്ഥാനത്തിരുത്തിട്ട് അനുഗ്രഹിക്കുന്നവനെ വെറും അപേക്ഷയുടെ 7-ാം കൂലിയാക്കി നിങ്ങൾ മാറ്റരുത്. അത് അപകടം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വിശുദ്ധര് പറയും, നിങ്ങൾ മാർക്കറ്റ് ചെയ്ത് ഞങ്ങളെയാ, ദൈവത്തെ അല്ല. നിങ്ങൾ ആരാധന വിഷയം മാറിപ്പ്. അടുത്തിരിക്കുന്നവർക്ക് സെക്കൻഡ് കൊടുത്തേ, നീ ഇങ്ങനെ തന്നെയാണ് ആരാധന. അല്ലെ കുമ്പസാരിച്ചോട്ടോ, നാളെ ഒന്നുകൂടി വന്ന് കുമ്പസാരിച്ചു, പിന്നെയും പറയാം. ഇതാണ് ഒന്നാം പ്രമാണം. അല്ലാണ്ട് മറ്റതൊക്കെയും തെറ്റ് തന്നെയാണ്. ഇന്ന് ഇതിനേക്കാൾ വലിയ ഒന്നാം പ്രമാണ ലംഘനമില്ല. ഹല്ലേലൂയ. ക്ലിയർ ആയോ? ഇത് സഭയുടെ പ്രബോധനമാണ്. 4 degrees of honoring. സഭയിൽ ആർക്കൊക്കെയാണ് ഹോണറിങ് കൊടുക്കേണ്ടത്, ബഹുമാനം കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് സഭ പഠിപ്പിച്ചിട്ടുണ്ട്. പലരും പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ഈ കാലഘട്ടത്തിൽ കരുണയ്ക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് എടുത്ത് പറയുകയാണ്, ഒരു സഹനം വരാൻ ഇരിപ്പുണ്ട്. അത് അധികാരികളുടെ ഭാഗത്ത് നിന്ന് തന്നെയായിരിക്കും. കാത്തിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇത് മരിക്കുന്ന ഉറപ്പുള്ളവരെന്ന് കൈവയ്ക്കുക. ഇതിൽ മരിക്കുന്ന ഉറപ്പുള്ളവർ കൈവയ്ക്കുക. ഇനി കൈ താഴ്ത്തി. ഞാൻ മരിക്കില്ലെന്ന് ഉറപ്പുള്ളവരെന്ന് കൈ ഉയർത്തി. ഞാൻ മരിക്കില്ല. എത്ര പേരുണ്ട് ഞാൻ മരിക്കില്ലെന്ന് ഉറപ്പുള്ളവർ? ഇന്ന് മരിക്കില്ലെന്ന് ഉറപ്പുള്ളവരെന്ന് കൈവയ്ക്കുക. ഇനിയും സമയമുണ്ടല്ലോ, ഒരു 12 മണി വരെ ഉണ്ട്. ഇന്ന് മരിക്കില്ലെന്ന് ഉറപ്പുള്ളവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീ മരിക്കും മുമ്പ് നീ ദൈവം. അതുകൊണ്ടാണ് ഈ നമ്മൾ എഴുതി വെച്ചിട്ട് ഇന്ന് ഞാൻ ഹല്ലേലൂയ. പലരും പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കലും ഒരു അമ്മച്ചി എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് കുറച്ചാളോട് ജീവിക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ഈ അമ്മച്ചിയോട് ചോദിച്ചു, ഞാൻ മരിച്ചിട്ട് അമ്മച്ചി മരിച്ചാൽ മതി? അത് മതി അച്ഛാ, അത് പ്രാർത്ഥിച്ചാൽ മതി. അച്ഛൻ മരിച്ചിട്ട് ഞാൻ മരിച്ചു, കാരണം ഞാൻ ചെറുപ്പമാണല്ലോ. ഇതൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, കരുണയുടെ 2ാമത്തെ ഘട്ടത്തിൽ കിടക്കാം. 2ാമത്തെ ഘട്ടമാണ്. അപ്പം ഞാൻ കരുണയുടെ മാർഗങ്ങളെ കുറിച്ചൊന്നും പറയാം. നിങ്ങൾക്കറിയാം 9 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോവാം. നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് കരുണ നമുക്ക് ലഭിക്കാനുള്ള മാർഗങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു 2ാം ലോക മഹായുദ്ധത്തിൽ. ഇത് പ്രഘോഷിക്കപ്പെടാൻ ഭയങ്കര തടസ്സമായിരുന്നു. അപ്പോഴാണ് ഈ ഫൗസ്റ്റീന ഡയറി പറഞ്ഞുണ്ട്, ഞാൻ പോളണ്ടിൽ നിന്ന് ഒരു സൂര്യനെ ഉദിപ്പിക്കും. അതായിരുന്നു ജോൺ പോൾ 2ാം മാർപ്പാപ്പ. ഒരു കാലഘട്ടത്തിൽ ഒരാളെയും പേടിക്കാതെ എല്ലാ രാജ്യത്തും പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്നെ ഇങ്ങനെ ആശീർവദിച്ചിട്ടുണ്ട് ജോൺ പോളിനാണ്. ഞാൻ ജനിച്ച വർഷമാണ് തൃശ്ശൂര് മാർപ്പാപ്പ വന്നത്. അപ്പം എൻ്റെ അമ്മയുടെ വീട് പുത്തമ്പള്ളിയുടെ അടുത്ത്. അപ്പം എൻ്റെ അമ്മ എന്നോട് പറയും, ജോൺ പോൾ മാർപ്പാപ്പനെ അപ്പം ഇങ്ങനെ കാറിലിരുന്ന് മാർപ്പാപ്പയ്ക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആശീർവദിച്ചു. അന്ന് മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു മാർപ്പാപ്പയുടെ നേരിട്ട് ആശീർവാദം.
അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ബ്ലെസ്സിങ് ഞാൻ പോയി മേടിച്ചു. ചെറുപ്പത്തിൽ ജോൺ പോൾ മാർപ്പാപ്പയുടെ ബ്ലെസ്സിങ് ആണ് എൻ്റെ അപ്പനും എനിക്ക് തന്നെങ്കിൽ കർത്താവ് എനിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശീർവാദം കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് ഈ ജോൺ പോൾ മാർപ്പാപ്പയുടെ ഒരു പ്രത്യേകതയുണ്ട്. പാറമടയെ പണിയെടുത്ത ഈ ജോൺ പോൾ നന്മൻ മാർപ്പാപ്പ ഒരു ദിവസം ഇങ്ങനെ പണിയെടുത്ത് അപ്പനും അമ്മയും എല്ലാവരും മരിച്ചുപോയി. അങ്ങനെ പോകുമ്പോൾ വണ്ടി ഇടിച്ച് കിടക്കാം സമയത്ത് മാർപ്പാപ്പ എന്ത് ചെയ്യുന്നു അറിയോ? മാതാവിനെ വിളിച്ചു. അങ്ങനെയാണ് ഈ കരുണയുടെ ഒരു വൈദികനായിട്ട്, കരുണയുടെ ഒരു മെത്രാനായിട്ട്, കരുണയുടെ ഒരു കർദിനാളായിട്ട്, കരുണയുടെ ഒരു മാർപ്പാപ്പയായിട്ട് ലോകത്ത് വന്നു. അല്ലെങ്കിൽ ഇത് അറിയില്ലായിരുന്നു. സഭയുടെ അധികാരി വിചാരിച്ചേ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഡയറിയിൽ തന്നെ പറഞ്ഞു ഇത്രയും വർഷം കഴിയുമ്പോഴേ ഇത് പ്രഘോഷിക്കപ്പെടും. അത്രയും കൃത്യമായിട്ട് ഈശോ പഠിപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കഥ പറയുമായിരുന്നു. ഈ കഥ പറഞ്ഞ സമയത്ത് കർത്താവ് എനിക്കൊരു പാട്ട് തന്നു. അത് സിമ്പിൾ പാട്ടാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ട്. ഈ പാട്ട് പൂർണ്ണമായിട്ടില്ല, ഇപ്പോഴും 2 വരിയായിട്ടുള്ളൂ. വരി ഇങ്ങനെയാണ്: അമ്മേ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്, അമ്മേ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. ആ കല്ലറ, ആ വീട് കിടന്നപ്പോ ജോൺ പോൾ മാർപ്പാപ്പ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. അപ്പോഴാണ് അങ്ങനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് ദൈവവിളി കൊടുത്ത് അച്ഛനാക്കണം. ഒന്ന് പാടാവോ? അമ്മേ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്, അമ്മേ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. കാരണം മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ജീവിതത്തിൽ വലിയ മാറ്റമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങൾ മാതാവിന്റെ വിമലകൃതിയെ പ്രതിഷ്ഠ ചെല്ലുന്നത് നല്ലതാണ്. 33 ദിവസത്തെ കോൺസെക്രേഷൻ ഓഫ് ദ മദർ മേരി. അതിന്റെ പ്രത്യേകത കാര്യം നടപ്പ് പ്രാർത്ഥനയല്ല, ആന്തരിക ചൈതന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദൈവകരുണയുടെ തിരുനാളും ഒരു ആന്തരിക മാറ്റമുണ്ടോ ജനത്തിൽ, അല്ലാതെ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇത് പ്രാർത്ഥിക്കുന്നത്. വളരെ പറയാവോ? ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇനി 2ാമത്തെ കാര്യത്തിൽ പെട്ടെന്ന് കിടക്കുക. അതാണ് എന്താണ് ദൈവകരുണ. ദൈവകരുണ ഇസിക്കൽ ടു ആത്മരക്ഷ, ആത്മാക്കളുടെ രക്ഷ. ഒന്ന് പറയാവോ? എന്താണ് ദൈവകരുണ എന്ന് പറഞ്ഞാൽ? ദൈവകരുണ ഇസിക്കൽ ടു ആത്മരക്ഷ പ്ലസ് ആത്മാക്കളുടെ രക്ഷ. ഇതാണ് സഭയുടെ ഏറ്റവും വലിയ പഠനമാണ്. ദ സാൽവേഷൻ ഓഫ് ദ സോൾ ആൻഡ് സാൽവേഷൻ ഓഫ് ദ സോൾസ്. ഞാൻ നമ്മോട് ചോദിക്കട്ടെ, ആത്മരക്ഷയ്ക്ക് വേണ്ടി, സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന എത്ര പേരുണ്ടെന്ന് കൈവക്കാവോ? സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, എത്ര പേരുണ്ട്? ഒന്ന് കൈവയ്ക്കുക, ശരിക്കും കൈവയ്ക്കുക. ഓക്കെ ഓക്കെ, കൈ താഴ്ത്തി. ബാക്കിയുള്ളവർക്ക് എന്തിനാ ജീവിക്കണേ? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹവും സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, സഭയുടെ ഏറ്റവും വലിയ പഠനമാണ് ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയും. അപ്പം ഞാനിത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്തുകൊണ്ടാണ് ഇന്ന് ലോകത്ത് അനേകര് എന്ത് നേടുന്നില്ല? ഈ ആത്മരക്ഷ നേടാൻ, അനുഗ്രഹിക്കാനും അത് നേടാൻ വേണ്ടിയിട്ട് ആരും ശ്രദ്ധിക്കാം. അപ്പം എന്താണ് ആത്മരക്ഷ? അത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ കൃപയ്ക്ക് വേണ്ടി ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാവോ? ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, പരിശുദ്ധ മറിയമേ, ഈ ലോകത്ത് അനേകര് ഇത് കിട്ടാതെ മരിക്കുന്നുണ്ട്. അതാണ് അച്ഛൻ ഇത് പറയാനൊരു കാരണം. ഒന്നാമത്തെ കാര്യം ഇതാണ്. ഒന്ന്, പലരും മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഓടി നശിച്ചവരെനിക്കറിയാം. പ്രത്യേകിച്ച് ശുശ്രൂഷകര്, പല വൈദികര്, പലരെന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല പറയണേ, കുറേ പേര് പ്രാർത്ഥിക്കാൻ സമയമില്ല, ഭയങ്കര തിരക്ക്, ഓട്ടത്തോടോട്ടം, ശുശ്രൂഷ, അവസാനം സഭയെ വിട്ടുപോയവരുമുണ്ട്. അതൊരു അപകടമാണ്. തിരക്കുകളെല്ലാം കൃപ ചോർത്ത് കളയുന്നു. അപ്പോൾ ഒന്ന്, നമ്മൾ സ്വന്തം ആത്മരക്ഷ നോക്കിക്കൊണ്ട് തന്നെ ആത്മാക്കളുടെ രക്ഷ നോക്കണം. ചില അമ്മച്ചിമാർ എന്നോട് പറയാ, അച്ഛാ എൻ്റെ മോൻ കുമ്പസാരിക്കില്ല, പകരം ഞാൻ കുമ്പസാരിച്ചാൽ മതിയോ? ഭയങ്കര ആത്മരക്ഷയുള്ള, ആത്മാക്കളുടെ രക്ഷയെ കുറിച്ചുള്ള അമ്മയാണ്. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് വാ മോനെയും കൊണ്ടുവരാൻ പറയും. മോനെ അവിടെ നിർത്തും. എന്ത് ചെയ്യുന്നറിയോ? ഈ മോൻ്റെ വായിൽ ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കും, മൂക്കിലൊരു ക്ലിപ്പിടും. എന്നിട്ട് ഞാൻ അമ്മയോട് പറയും, അമ്മ ശ്വസിക്കൂ. അപ്പം അമ്മ, ഞാൻ മോനോട് പറയും, നല്ലതായിട്ട് കിട്ടില്ലടാ നിനക്ക് ഓക്സിജൻ, ശ്വാസം കിട്ടില്ല. ഞാൻ പറഞ്ഞു, അമ്മയല്ലേ പറഞ്ഞേ അമ്മ പ്രാർത്ഥിച്ചാൽ അവന് കിട്ടുന്നു. അമ്മ പ്രാർത്ഥിച്ച ആത്മരക്ഷ കിട്ടില്ല, ആത്മാക്കളുടെ രക്ഷയ്ക്കുള്ളത് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ച് അവസാനം ഈ അമ്മമാരും ഈ മക്കളും ഒരുമിച്ച് ഉറകിട്ട് നരകത്തിപ്പോ. ഒരു പരിധി വിട്ട് ആത്മരക്ഷ കളയാതെ മക്കളെ രക്ഷിക്കാൻ നോക്കണം. അനേകം കുട്ടികൾ പള്ളി പോവില്ല,
പരീക്ഷാകാലത്ത് മക്കളെ പഠിച്ചോ, അമ്മ പോവാ, നാശിക്കുക. മനസ്സിലാക്കിക്കോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, ആ ആഹാരം നിങ്ങളുടെ മക്കൾ ഭക്ഷിക്കാതെ എങ്ങനെ അവർ അതിൽ പങ്കുകാരാവണം? അതുകൊണ്ട് സാൽവേഷൻ ഓഫ് ദ സോൾ ആൻഡ് സാൽവേഷൻ ഓഫ് ദ സോൾസ് ഇന്ന് ഇമ്പോർട്ടൻ്റാണ്. അനേകം സഭയെ പോലും മറ്റുള്ളവരെ നന്നാക്കി ഒത്തിരി പേരുണ്ട്, സ്വന്തം നന്മ നോക്കില്ല, വിശുദ്ധിയില്ല. ഞാൻ അനേകരുണ്ട് ശുശ്രൂഷകർ, നാട്ടുകാരൊക്കെ ഉപദേശിച്ച്. ഒരിക്കലെ ഒരു ശുശ്രൂഷകൻ എന്ന് പറഞ്ഞ് ഞാൻ താഴ്ത്തി കേട്ടല്ല, ആ മനുഷ്യൻ എല്ലാ മക്കളും ജർമ്മനിയിൽ പോണതിനെ തടയും, എന്നിട്ട് സ്വന്തം മോളെ ജർമ്മനി വിട്ടിരിക്കുക. എന്ത് ശുശ്രൂഷകനാ ആള്! ആള് നാട്ടുകാരുടെ എല്ലാവർക്കും സന്ദേശമുണ്ട്, സ്വന്തം ജീവിതത്തിൽ ആ സന്ദേശം പാലിക്കാത്തവൻ അവൻ ഒരു ശുശ്രൂഷകനല്ല. ഹീസ് ആന്റി ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ പഠനത്തിനെതിരാ, പറയുന്ന വാക്കിലേതുണ്ടാണ്. ഒരിക്കലും ഒരു ശുശ്രൂഷനെ കണ്ടു, എല്ലാ ഹിന്ദുക്കളും മുസ്ലിമിനും കെട്ടിനേക്കും പറഞ്ഞിട്ട് സ്വന്തം മോൻ വേറെ പൊട്ടിയപ്പോൾ ഒരു കുഴപ്പമില്ല കണ്ടാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കീശയിൽ ആശ്രയവും തമ്പുരാന്റെ മുന്നിൽ പിടിച്ചു വരുന്നതും ശുശ്രൂഷകനല്ല. പറയുന്ന വാക്കിൽ നിൽക്കണം, അത് ചാവേണ്ടി വന്നാലും. അതിൻ്റെ പേരാണ് ശുശ്രൂഷകൻ. നമ്മളൊക്കെ വെറുതെ ക്രിസ്ത്യാനികളെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് അറിയോ? വാക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞ് എന്ത്, ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, ക്രിസ്ത്യാനികളെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ദുഃഖ വെള്ളിയാഴ്ച കണ്ടുണ്ടോ? ഞാനിങ്ങനെ ദുഃഖ വെള്ളിയാഴ്ച ശ്രദ്ധിക്കാണ്ട്, നമ്മൾ ഉച്ച വരെ ശുശ്രൂഷിക്കുക. അതുകൊണ്ട് കാലത്ത് ഭക്ഷണം വയ്ക്കില്ല അല്ലേ? ഉച്ചയ്ക്ക് പോയിട്ട് സദ്യ, ഗംഭീര സദ്യ, പായസം, അത് പയറ് കറി, കായ്പക്ക കറി, മറ്റേ കറി, പുളിശ്ശേരി, അത് ഇത് ഇതെല്ലാം അടിച്ച് കയറ്റിട്ട് ഉച്ചയ്ക്ക് ഈശോയെ ഉറങ്ങിയിട്ട് ഇങ്ങനെ ഒരു വരവുണ്ട്. എന്നിട്ട് പിന്നെ ലാത്തി ചാർജ്, ആ കിടക്കണ ഈശോനെ മുത്താൻ. ഇത് ക്രിസ്മസിനും ഉണ്ട്, ഏത് സീറോ മലബാർ ആയാലും മലങ്കര ആയാലും എല്ലാം കത്തോലിക്ക സഭയിലുള്ള ഇതിന് വേണ്ടി കിടന്ന് കാണിച്ചു കൂട്ടണം. കണ്ടു കഴിഞ്ഞാൽ ആ പരിഹാര പ്രദർശനം കുറെ കിടന്ന് വർത്താനം പറഞ്ഞു കൊടുക്കും. നീ എന്തുമാത്രം അവഹേളിക്കണം എന്നറിയോ ദൈവത്തെ? എന്നിട്ട് നീ മോൻ ജയിക്കാൻ അവിടെ എഴുതിയിടുന്നു, ഇവിടെ എഴുതിയിടുന്നു. നീ കർത്താവിൻ്റെ മുന്നിൽ ഒരു എഴുത്തുകുറ്റം നടത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾക്കറിയോ, ലോകത്ത് നമുക്കൊരു മധ്യസ്ഥനുള്ളൂ, ആരാ? എന്നിട്ടാണ് നിങ്ങൾ സെബസ്ത്യാനോസിന് ഇവിടെ ഒരിക്കലും ഇങ്ങനെ മുട്ടുകുത്തി മധ്യസ്ഥം വയ്ക്കണം. വഹിച്ചോ? എന്നാൽ നമുക്ക് ഏക മധ്യസ്ഥനുള്ളത് ആരാ? ബൈബിൾ അനുസരിച്ച് യേശു ക്രിസ്തുവാണ് നമ്മുടെ മധ്യസ്ഥൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇതുപോലെ ഈശോയുടെ മുന്നിൽ പോയിട്ട് നിങ്ങൾ മധ്യസ്ഥം വഹിക്കൂ? ചിലപ്പോഴേക്കും നിങ്ങൾ അറിയോ, നമ്മൾ ചിലത് പ്രാർത്ഥിച്ചിട്ട് കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ ദൈവത്തോട് പരാതി പറയും. ഈശോ വചനത്തിൽ കൃത്യമായി പറഞ്ഞു, നീ ചോദിച്ചിട്ട് നിനക്കത് ലഭിക്കുന്നില്ലെങ്കിൽ നീ സ്വാർത്ഥമായത് ചോദിക്കുന്നതുകൊണ്ടാണ് ദൈവം നിനക്കത് തരാത്തത്. വലയിരുത്തി പറയോ ഹല്ലേലൂയ. ഒരിക്കലും ഒരു പെൺകുട്ടി ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഞാൻ ഓർത്തു പോവാണ്. അവള് IELTS അങ്ങോട്ട് ഒരു 10 പ്രാവശ്യം എഴുതി തോറ്റു. അവളെ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാനിത് എഴുതി തോക്കാം, ഞാൻ പഠിപ്പിക്കുന്നവരൊക്കെയും ജയിക്കുന്നു, ഞാൻ മാത്രം തോക്കുന്നു, 1 മാർക്കിന് 2 മാർക്കിന്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു അച്ഛൻ ചോദിച്ചു, മോളെ നിനക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയോട് ഇതിൻ്റെ, നീ പഠിപ്പിക്കുന്നവർ ജയിക്കുന്നുണ്ടെങ്കിൽ നീ ജയിക്കണമെന്ന് എന്തിനാ വാശി പിടിക്കണേ, നിനക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ. അപ്പോൾ ഇവിടെ ചിന്തിക്കുക, അത് ശരിയാണല്ലോ. മനസ്സിലായോ? നമ്മളൊരു വാശിമയാ. അതാണ് പറഞ്ഞത്, ആത്മരക്ഷ നഷ്ടപ്പെടുന്നത് നീന്റെ പിടിവാശിയാ. നീ നേടണമെന്ന് ആഗ്രഹിക്കുന്നല്ല, ദൈവം നിന്നെ കൊണ്ട് എന്ത് നേടണമെന്ന് നീ ചിന്തിക്കുന്നില്ല. അവിടെയാണ് ഈ ദൈവകരുണ തടസ്സപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, പോപ്പ് ഫ്രാൻസിസ്, ദിവംഗതനായ മരിച്ചുപോയ നമ്മുടെ മാർപ്പാപ്പ പറയാ, ക്രിസ്തുവിൻ്റെ സഭയിൽ നമുക്കെല്ലാവർക്കും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം നിറവേറ്റുന്നതിൽ നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടതാണ് അപകടത്തിലായത്. ഇന്ന് സഭ അപകടത്തിലായത് ഈ ആത്മരക്ഷയെക്കുറിച്ചും ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള ചിന്ത എവിടെയൊക്കെയോ മറഞ്ഞുപോയി. ഹല്ലേലൂയ. വലതുർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കണം. അതുകൊണ്ടാണ് ഈ കരുണയുടെ ചിത്രത്തിന്റെ അടിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ദൈവത്തില് ഞാൻ ആശ്രയിക്കുന്നു. ഈ ലോകത്തുള്ള 3 തരം മനുഷ്യരെ പരിചയപ്പെടുത്താം. ഒന്ന്, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന മനുഷ്യർ, ദൈവത്തെ ഒരിക്കലും വിശ്വസിക്കാത്ത, അത് എത്തീസ്റ്റുകൾ എന്ന് പറയാം, നിരീശ്വരവാദികൾ എന്ന് പറയാം, ഇലുമിനാലിറ്റി. ഇന്നത്തെ യുവജനങ്ങൾ കുറേ പേര് ദൈവത്തെ ഒരിക്കലും വിശ്വസിക്കില്ല. അങ്ങനെ ഒരു കൂട്ടം മനുഷ്യർ വളരുന്നുണ്ട്. അവർക്ക് നിങ്ങൾക്കറിയാം, സങ്കീർത്തനം 91 കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതിൽ 3-ാമത്തെ വചനം ഒന്ന് എടുത്ത് വായിച്ചേ. സങ്കീർത്തനം 91:3. ചിലർ ദൈവമായിട്ട് കാണുന്ന അവനേക്കുക. ഒന്ന് വായിക്കേ, നിങ്ങൾ ഇന്നും വായിക്കുന്ന സങ്കീർത്തനം 91:3. ഒന്ന് വായിച്ചോ, ഉറക്കം വായിച്ചോ, ഉറക്കം വായിക്കുക. എല്ലാവരും എടുക്കുക സങ്കീർത്തനം 91:3.
അവിടുന്ന് നിന്നെ വേടന്റെ അവിടുന്ന് നിന്നെ വേടന്റെ, മനസ്സിലായോ? വേടൻ ഒരു കെണിയാ. ഇന്ന് പെരുന്നാളുകളൊക്കെ അവന്റെ ഡേറ്റിലാണ്. ശ്രദ്ധിച്ചോ? BTS ഒരു കെണിയാ. ഇഷ്ടം പോലെ ഉണ്ട്. കൊറിയൻ വെബ് സീരീസ്. ഞാൻ അനേകം യുവജനങ്ങൾ വഴിതെറ്റിയാണ്. ഇനി നിരീശ്വരവാദങ്ങൾ, ബിഗ് ബോസ് പോലുള്ള പ്രോഗ്രാംസ്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ആൻഡ് വയലേഷൻ ഓഫ് ദ മേഴ്സി ഓഫ് ഗോഡ്. തോന്നിയ പോലെ ഇലിമിനാലിറ്റി, LGBT, ലെസ്ബിയൻ, ഗേ സെക്സ്, അങ്ങനെയുള്ളതിനൊക്കെ ഒന്നാം പ്രാധാന്യം കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ കിരാതരായ ചില നിയമകർത്താക്കളും അഭിനേതാക്കളും ഇന്ന് ലോകത്ത് വർദ്ധിച്ചത് കരുണ നിങ്ങൾ ആശ്രയിച്ചു. അല്ലെങ്കിൽ അപകടം ഇരിക്കും. നമ്മുടെ പിള്ളേരൊക്കെ പെട്ടെന്ന് വഴിതെറ്റും. എളുപ്പമൊന്നുമല്ല. എന്നിട്ട് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഒന്നാമത്തെ ജനമാണ് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ജനം. രണ്ടാമത്തത് ദൈവത്തിൽ നിന്ന് എല്ലാം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു ജനം. ഒന്നാമത്തെ ജനം ദൈവത്തിൽ നിന്ന് അകലും. മറ്റൊന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നടക്കുന്ന ജനം. അടുത്തിരിക്കുന്ന ഒരു ഋഷിക്കിൻ്റെ അടുത്ത് ഒന്നാമത്തതിലാണോ രണ്ടാമത്തിലാണോ പെടുന്നത്? എന്ത് കിട്ടും, എന്ത് ലാഭം കിട്ടാം. അതുകൊണ്ടല്ലേ സാക്ഷ്യങ്ങൾ അതുപോലെയാണ്. ഇന്നത് പ്രാർത്ഥിച്ചപ്പോൾ ഇത് കിട്ടി, ഇന്ന വചനം വായിച്ചപ്പോൾ ഇത് കിട്ടി, അത് ചെയ്തപ്പോൾ ഇത് കിട്ടി, ഇങ്ങനെ ചെയ്താൽ അത് കിട്ടും, അതുകൊണ്ട് അത് ചെയ്താൽ മതി. ഇതല്ല ചെയ്യണ്ടേ. നിന്റെ അപ്പൻ്റെ ഭവനത്തിൽ നീ ജീവിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ എളുപ്പമില്ല കേട്ടോ. ഇതൊക്കെ എഴുതി വെച്ചോ. ഞാൻ പറയാം. മൂന്നാമത്തെ കാര്യമാണ് ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി ശരണം വയ്ക്കുന്ന വ്യക്തികൾ. കണ്ണും പൂട്ടി ദൈവത്തിൽ ആശ്രയിക്കും. കിട്ടിയോ? ഈ ആകാശപ്പറവുകളെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എല്ലാ ദിവസവും അവിടെ ഫുഡൊന്നുമില്ല. ഞാനതൊരു ശുശ്രൂഷ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ആകാശപ്പറവിൽ കുറ്റിക്കലച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ ഈ പാളയിലാണ് കഞ്ഞി തരാം. പാളയിൽ പാത്രമൊന്നുമില്ല, പാത്രം മേടിക്കാൻ പൈസ ഇല്ലല്ലോ. അതുകൊണ്ട് ഈ പാള വെട്ടിയിട്ട് അതിൽ കഞ്ഞി ഒഴിച്ച് ഇങ്ങനെ കുടിക്കും അച്ഛനും ഞങ്ങളും ആൾക്കാർ. ഒരു ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ മിനിസ്റ്റർ. ഞാൻ മദർ തെരേസിനെയും കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. എളുപ്പമല്ല. കൽക്കട്ടയിൽ മദർ തെരേസ ഒരു ആശ്രമം തുടങ്ങിയ സമയത്ത് ഒരു വ്യക്തിയെ അവിടെ കൊണ്ടുവന്നു. ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ, ശരിക്കും അയിത്തങ്ങളുള്ളൊരു സ്ത്രീ, ഒരു മതത്തിൽപ്പെട്ടു എന്നാൽ അവിടെ ഇങ്ങനെ സവർണ അല്ലെങ്കിൽ ഉയർന്ന വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ. അതുകൊണ്ട് മറ്റുള്ളവർ തൊടുന്നതൊക്കെ ഐത്യം. എന്നാൽ ഈ സ്ത്രീയെ നോക്കാൻ ആരുമില്ല, തെരുവേ കിടക്കാം. അങ്ങനെ ഈ സ്ത്രീയെ കൊണ്ടുവന്ന് മദർ തെരേസ ഇങ്ങനെ നോക്കാം. അപ്പോൾ ഈ സ്ത്രീക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പം നെഞ്ചത്ത് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഈ സ്ത്രീ എന്ന് പറഞ്ഞിങ്ങനെ ഇത് ചെയ്യുമ്പോൾ കഫം കുറച്ചിങ്ങനെ വന്ന് ഇങ്ങനെ തടഞ്ഞിരുന്നു, വരണില്ല. അപ്പം ഇങ്ങനെ ഒഴിഞ്ഞ് കയ്യിലേക്ക് തുപ്പാൻ പറയാം. കാരണം പാത്രമൊന്നുമില്ല. കയ്യിലേക്ക് തുപ്പിയിട്ട് മദർ തെരേസ അത് കളയാം. അത് കഴിഞ്ഞ് പിന്നെ ഒഴിഞ്ഞു കൊടുക്കും. ഈ സ്ത്രീക്ക് ശ്വാസം കിട്ടാതെ ഇങ്ങനെ മരണവെപ്രാളം കാണിക്കുക. ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു കഫത്തിൻ്റെ കട്ട ഇങ്ങനെ പുറത്തേക്ക് വന്നു. അടുത്തിങ്ങനെ ഇവിടെ കുടുങ്ങിയിരിക്കുക, ശ്വാസം കിട്ടാതെ. മദർ തെരേസ എന്ത് ചെയ്യുന്നറിയോ? ആ വായിൽ ചുണ്ട് വെച്ചിട്ട് വലിച്ചിട്ട് അത് തുപ്പിക്കളഞ്ഞു. അത് ചെയ്യണമെങ്കിലില്ലേ, നിങ്ങൾക്കറിയോ മദർ തെരേസ ഇന്ത്യക്കാരിയല്ല, ഒരു ഇംഗ്ലീഷുകാരിയാണ്. കാരണം 1 മണിക്കൂർ കുർബാനയുടെ മുന്നിലിരുന്ന് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാതെ മദർ തെരേസ ഒരു രോഗിയെ നോക്കിയിട്ടില്ല. അതുകൊണ്ട് പറയാറുണ്ട്, അമ്മ ഈശോയുടെ മുറിവേറ്റ മുഖങ്ങളാണ് ഈ പുഴുവരിച്ച മനുഷ്യരിൽ കരുണ കാണിക്കാൻ എന്നെ പ്രചോദിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മദർ തെരേസ ഇത് അപ്പോൾ അന്ന് സ്റ്റേ ഓർഡർ വരാം. ഈ ആശ്രമത്തിൽ നിർത്താൻ പുറത്ത് സ്റ്റേ ഓർഡറുമായിട്ട് അവിടുത്തെ വലിയൊരു ഓഫീസർ വന്നു. ഈ മനുഷ്യനിത് കണ്ടിട്ട് പുറത്ത് സമരം ചെയ്യണവരോട് പറഞ്ഞു, ഈ അമ്മ ചെയ്ത ഇതിലേതെങ്കിലും ഒരു പ്രവൃത്തി ഈ സമരം ചെയ്യുന്ന ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനിത് സ്റ്റേ ഓർഡർ കൊടുക്കാം. പറയാൻ എല്ലാവർക്കും എളുപ്പം. കാരണം മതം മാറ്റാണെന്ന് പറഞ്ഞിട്ടാണ് സമരം. ഒരു മതം മാറ്റിയിട്ടില്ല. അങ്ങനെ ഈ സ്ത്രീ ആശ്വാസം കിട്ടിയ ഈ സ്ത്രീ മദർ തെരേസയോട് ചോദിക്കുക, ഹൂ ആർ യു? നീ ആരാ? ഈ വലിയ സ്ത്രീ ചോദിക്കുക. അപ്പോൾ പറഞ്ഞു, എൻ്റെ പേര് മദർ എന്നാ, തെരേസ എന്നാണ് എൻ്റെ പേര്. നാട്ടിലുള്ളവർ മദർ തെരേസ എന്ന് വിളിക്കും. അപ്പോൾ ചോദിച്ചു, നിനക്ക് ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ട് വല്ല ബന്ധമുണ്ട്? കാരണം ഈ സ്ത്രീ നോക്കുമ്പോൾ അവിടുത്തെ അടിച്ചു തെളിച്ചിക്കാരുടെ സാരിയാണ് ഈ സ്ത്രീ എടുത്തിരിക്കണേ. ഇത് സിസ്റ്ററാണെന്ന് അറിയില്ലല്ലോ. ആ സ്ത്രീയെ കണ്ടിട്ട് വീട്ടിൽ വേസ്റ്റ് കോരാൻ വരുന്ന ഒരു സ്ത്രീയുടെ വേഷം ഇട്ടിട്ട് ഒരു സ്ത്രീക്കുമ്പോൾ ചോദിക്കുക, ഹൂ ആർ യു? എന്റെ സമുദായത്തിലുള്ളവർ പോലും തെരുവിലിട്ടിട്ട് പിച്ച തെണ്ടി നടക്കുമ്പോ നീ മാത്രം എന്നെ സ്നേഹിക്കാൻ ഹൂ ആർ യു? അമ്മ പറഞ്ഞു, ഞാൻ ഈശോയുടെ ഒരു മോളാ. അപ്പോ ഈ സ്ത്രീ ചോദിക്കുക, എനിക്ക് ആ ഈശോട് ചുക്കിച്ചുളഞ്ഞ മുഖത്ത് ഒരു ഉമ്മ തരാൻ അനുവാദം തരൂ. അപ്പൊ മദർ മുഖം വെച്ച് കൊടുത്തു, എത്ര മണം മുക്കിക്കോ,
എൻ്റെ മുഖത്തല്ലല്ലോ, ഈശോയുടെ മുഖത്തല്ലേ. കണ്ടോ പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി അതാ. അല്ലാണ്ട് ആഘോഷം കാണിച്ച് പെരുമ കാണിക്കുന്നല്ല. അവർ ചർച്ച് ഈസ് പോവർട്ടി. ദാരിദ്ര്യത്തിൻ്റെ മുഖമുണ്ടാകുമ്പോൾ മുറിവേറ്റ ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖം നീ ദർശിക്കും. വലതുരുത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഫിലിപ്പി 2:21 എടുക്കാവോ? ഭയങ്കര പ്രധാനപ്പെട്ട വചനം. ഇത് കേൾക്കും മനസ്സിലോ കർത്താവ് എന്തുകൊണ്ടാണ് ഇതൊക്കെയും പറയണേ. ഫിലിപ്പി 2:21 എടുക്കാം. ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യം ഉറക്കെ വായിക്കാം. ഈ വചനം വായിച്ച് നമ്മൾ ആരാധനയിൽ പ്രവേശിക്കാൻ ഒരുങ്ങാം. വായിക്കാം. എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്. അടുത്തിരിക്കുന്ന ഒരു ഷെക്കിന്റെ കൊടുത്ത് ഈ വചനം തന്നെയല്ലേ നീയും ചെയ്യണം? ചോദിച്ചോ. എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്. കണ്ടോ, ബൈബിളിൽ എഴുതി വെച്ചിരിക്കുക. എന്നിട്ട് പറഞ്ഞേ, യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല. നിന്റെ അപ്പൻ നിന്നെ ഈ ഭൂമിക്ക് അഴിച്ച കാര്യം നിനക്ക് ചിന്തിക്കാൻ സമയമില്ല. എൻ്റെ മോള്, എൻ്റെ വീട്, എൻ്റെ ഒരു 1000 പ്രാവശ്യമുണ്ടോ എൻ്റെ. ഞാൻ അപ്പച്ചന്മാരോട് ചോദിക്കുക, അമ്മച്ചന്മാരോട് ചോദിക്കുക, നിങ്ങളുടെ കുഞ്ഞാണോ നിങ്ങൾക്ക് ദൈവം തന്ന കുഞ്ഞാണോ നിങ്ങളുടെ മക്കള്? നിങ്ങൾക്കറിയോ എൻ്റെ അപ്പൻ്റെ പേരറിയോ? ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞത് എൻ്റെ അപ്പൻ്റെ പേരാ. ആദ്യത്തെ ദിവസം വന്നിട്ടുള്ളവരൊന്ന് കൈവയ്ക്കിതിൽ ഈ കൺവെൻഷൻ ആദ്യത്തെ ദിവസം എൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞെഴുതും. എന്താണെന്നറിയോ? ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ആദ്യത്തെ വരി ഏതാ? അപ്പൻ്റെ പേര് സ്വർഗസ്ഥനായ നിങ്ങളുടെ അപ്പൻ്റെ പേരെന്താ? നിങ്ങളുടെ അപ്പൻ്റെ പേര് അത് തന്നെയാ. എന്നാൽ നിങ്ങളുടെ വളർത്തപ്പൻ്റെ പേര് വ്യത്യാസമുണ്ടോ? എൻ്റെ വളർത്തപ്പൻ, ഈശോയുടെ വളർത്തപ്പൻ്റെ പേരെന്താ? ഔസപിതാവ്. എൻ്റെ വളർത്തപ്പൻ ജോസ്. നിങ്ങളുടെ വളർത്തപ്പൻ നിങ്ങളുടെ വീട്ടിലുള്ള അപ്പൻ. എന്നാൽ നമ്മളല്ല ഒരു അപ്പൻ്റെ മക്കളാ. അപ്പൊ പറയാ, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല നിങ്ങൾ ചിന്തിക്കണേ, ഒരു അപ്പൻ്റെ കാര്യം അന്വേഷിച്ച. എൻ്റെ അപ്പനോട് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെമിനാരി ചേരുമ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞ, മോനെ, എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു ചേച്ചിയുണ്ട്, ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്. ഇപ്പം ഞാൻ സെമിനാരി ചേരുമ്പോൾ ഒറ്റ മോനാ, അതും പ്രായത്തിലുണ്ടായതാ. 2 ചേച്ചിമാരാ. ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2-ാമത്തെ ചേച്ചി കല്യാണം കഴിഞ്ഞു. അങ്ങനെ ആ കൊട്ടാരത്തിലെ രാജാവായിരുന്നു. ആ രാജാവ് തോറ്റ് അവസാനം ഒരു തീരുമാനം എടുത്തു, തോറ്റവൻ്റെ അടുത്തേക്ക് തന്നെ പോവാം. അപ്പൊ സെമിനാരി പോണ കാര്യം വീട്ടിൽ എങ്ങനെ പറയും? അപ്പനാണെങ്കിൽ ഈ വേളാങ്കണ്ണി പോയി മുട്ടുകുത്തി അഴഞ്ഞുണ്ടായി മുതലാന്ന് പറയുന്നു. വീട്ടിലുണ്ടായതെല്ലാം ആര് നോക്കും? അപ്പൊ ഞാനെന്ത് ചെയ്തു, എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചി ഭയങ്കര പ്രാർത്ഥിക്കുന്ന ചേച്ചി, ഈ ചേച്ചിയുടെ അടുത്ത് പോയി പറഞ്ഞു, ചേച്ചി ഞാൻ അച്ഛനാവുക, എൻ്റെ വീട്ടുകാരൊന്ന് പറഞ്ഞ് സെറ്റപ്പ് ആക്കും. ആ ചേച്ചിനോട് പറഞ്ഞു, നീ ഒന്നും പോണ്ട, പഠിക്കാനും കഴിവില്ല, ഒന്നിനും കഴിവില്ല, നീ ഒന്നും പോണ്ട, നിന്റെ വീട്ടുകാരാ പിന്നെ ആരോട് നോക്കടാ. നിങ്ങൾ ചിന്തിച്ചു, ആകെ ഉള്ള ഒരു പ്രതീക്ഷ ആ പ്രാർത്ഥിക്കണ ചേച്ചിരുന്നു. ആ ചേച്ചിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ തടസ്സം നിന്ന്. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പറഞ്ഞു, ചേച്ചി ആകെ പ്രതീക്ഷ ചേച്ചിയായിരുന്നു. ചേച്ചി പറഞ്ഞു എൻ്റെ അപ്പനമ്മയും കേൾക്കും. പിന്നെ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ പോലെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വീട്ടുകാർ പറഞ്ഞു പൊക്കോ. അപ്പം പറഞ്ഞു പൊക്കോ, തിരിച്ചു വന്ന വീട്ടിൽ കയറണ്ട. അതുകൊണ്ട് ഇത് കുറിച്ചിട്ടോ പോയാ പിന്നെ അച്ഛനായിട്ട് വരാവുള്ളൂ. അങ്ങനെ ഒരു വാക്കെൻ്റെ അപ്പം പറഞ്ഞില്ലെന്ന് ഞാൻ പണ്ടേ സഭ വിട്ടു പോയാണ്. ഇത് എന്നും പെട്ടിയെടുക്കുമ്പോൾ തോന്നും, വേണ്ട, അപ്പൻ്റെ എന്തിനും വെറുതെ അടികൊള്ളാണ്, അവിടെ വയ്ക്കും. എന്നാൽ എൻ്റെ അപ്പൻ അത് പറഞ്ഞത് അപ്പൻ്റെ വാക്കാണോ, സ്വർഗത്തിൻ്റെ അപ്പൻ്റെ വാക്കാണോ? ഞാൻ പെട്ടിയെടുത്ത ആളാട്ടോ. ഞാൻ ഡിഗ്രി 2nd ഇയർ പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കളിക്കുന്ന സമയത്ത്, നാഷണൽ കളിക്കുമ്പോൾ ഈ ഡാൻസും പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ പെട്ടിയെടുത്തതാണ്. അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൻ്റെ ചുരം കയറി അവിടെ ചെന്നപ്പോൾ കർത്താവ് എന്നെ 2ാമത്തെ ഒരു റീകമ്മിറ്റ്മെൻറ്റിലേക്ക് എന്നെ കൊണ്ടുവരാം. അതിന് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒറ്റ തുടല് ജീവിതത്തെ പിന്നെ മാറ്റിമറിച്ച് ചേർത്താം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ചേച്ചി രോഗബാധിതയാവും. അപ്പം ഞാൻ ഡിഗ്രി 2nd ഇയർ പഠിച്ച് മാനസാന്തര വഴി നടക്കാം. ഈ ചേച്ചി രോഗബാധിതയായിട്ട് മിഷൻ ഹോസ്പിറ്റലിൽ കിടക്കാം. കാരണം ആ ചേച്ചിയുടെ കിഡ്നി മുഴുവൻ പോയിട്ട് ഡയാലിസിസ് മരിക്കാറായി. അപ്പം ആർക്കും കാരണം ഈ ചേച്ചിയുടെ 2 മക്കള് ന്യൂസിലാൻഡിലാണ്, മോളാണെങ്കിൽ അകലെ, ആരുമില്ല. എൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു, മോനെടാ ഒന്ന് ഉടുപ്പിട്ടിട്ട് ഒന്ന് ചെല്ലടാ, കുറച്ച് വെള്ളമെങ്കിലും കൊണ്ടു കൊടുക്കടാ ആ ചേച്ചിക്ക്. ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛനല്ലല്ലോ, നീ ഉടുപ്പിട്ട ഒന്നും പറയാൻ പോണ്ട, അവർ കയറ്റി വിട്ടോളും. അതാണ് ഈ അച്ഛന്മാരുടെ ഗുണം. നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും അച്ഛാ കയറിക്കോ, പ്രാർത്ഥിച്ചോ, ഒന്നും ചോദിക്കില്ല. ഡോക്ടർമാരുടെ ഒപ്പം കയറി ചെല്ലാം. അപ്പം ഞാൻ ഉടുപ്പൊക്കെ ഇട്ടിട്ട് അച്ഛൻ്റെ പോലെ അങ്ങനെ നിന്നു. ആ ചേച്ചിയുടെ ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ചേച്ചിയുടെ ബന്ധുവാണ്. അച്ഛാ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അകത്ത് കയറി. അപ്പം ചേച്ചിക്ക് ഓർമ്മയുണ്ട്. ചേച്ചി പറഞ്ഞു, മോനെ, എന്നെ കണ്ട വശം എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, മോനെ ക്ഷമിക്കണോട്ടോ. പറഞ്ഞു, എന്തിനാ അമ്മച്ചി, ഞാൻ അന്ന് നിന്നെ അച്ഛനാക്കാൻ വിട്ടില്ലല്ലോ, എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു, പോട്ടെ അമ്മച്ചി, അതൊന്നും കുഴപ്പമില്ല. എന്താ പറഞ്ഞു, എന്നെ മടിയിലൊന്നും ഇരുത്തുമെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഡോക്ടർമാരോട് ചോദിച്ചു പറഞ്ഞു ഇരുത്തിക്കോ എന്ന് പറഞ്ഞു. ഞാൻ ഇരുന്നിട്ട് എൻ്റെ മടിയൊക്കെ എടുത്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു കുറച്ച് വെള്ളം തരുമോ മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മച്ചി അത് വേണോ, എനിക്ക് വെള്ളം തരണം എന്ന് പറഞ്ഞു. മക്കളില്ല കേട്ടോ, 2 ആൺപിള്ളേരും ഒരു പെൺകുട്ടിയുള്ളൊരു വീടാ. ഞാനങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു, എന്നെ കുടിച്ചു, തലയിൽ ഒഴിഞ്ഞു കൊടുത്തു. എന്നിട്ടിങ്ങനെ കൈ കൂപ്പി എൻ്റെ മക്കളോട് പറയണം അമ്മ സന്തോഷത്തോടെ മരിക്കുക പറഞ്ഞ് എൻ്റെ മടി കിടന്ന് മരിക്കുക. ഒന്ന് ചിന്തിക്കണേ. ഞാനന്ന് കരഞ്ഞുപോയി. ഇന്നും സ്വർഗത്തിലുണ്ട് കേട്ടോ അമ്മച്ചി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എൻ്റെ മടിയിൽ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട്. ഒരു 6 വയസ്സുള്ളൊരു കുഞ്ഞ് കഴിഞ്ഞൊരു വർഷം മുമ്പ് എൻ്റെ കയ്യിലിരുന്ന് മരിച്ച എൻ്റെ കൂട്ടുകാരൻ്റെ കുഞ്ഞ്. അപ്പം ആ കുഞ്ഞിനെ ഞാനിങ്ങനെ എടുത്തിട്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൊച്ചിങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക, മരിക്കും, ഇങ്ങനെ വിടും. അപ്പം ഇങ്ങനെ 60 ആവും 70 ആവും. അപ്പം എന്നോട് ഈശോ പറഞ്ഞു നീ അവരെ ഒരുക്കാൻ പറഞ്ഞു. എല്ലാവരും പുറത്താക്കി, അപ്പനും അമ്മയുണ്ട്. ഇവർ അങ്ങോട്ട് ഇങ്ങോട്ട് മഴക്ക. ഞാൻ പറഞ്ഞു 2 പേരും ക്ഷമ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ കൊച്ചിങ്ങനെ വലിക്കും. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കയ്യിലിരുന്ന് മരിച്ച്. മിഖായേൽ എന്നാണ് കൊച്ചിൻ്റെ പേര്. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ എന്നും പ്രാർത്ഥിക്കും കർത്താവ് ഇവരെ പോലെ ഒന്ന് ഏതെങ്കിലും അച്ഛന്മാരെ മടിയിൽ കിടന്ന് കുർബാന കിട്ടി അജനയെ പോലേക്കൊന്നും മരിക്കാൻ അതൊരു കരുണയെ പ്രിയപ്പെട്ടവരെ. അല്ലാതെ എല്ലാം ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല. ICU എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? എന്താ അർത്ഥം? ICU ഫുൾ ഫോം ഓഫ് ICU ഇന്റൻസീവ് അതൊന്നുമല്ല, ICU. ഇന്ന് നീ കർത്താവിനെ കണ്ടില്ലെങ്കിൽ കുഴലിട്ട് കിടക്കുമ്പോൾ നീ കാണും. അത് ഞങ്ങൾ അച്ഛന്മാർക്കറിയാം. ഞങ്ങൾ ചെല്ലുമ്പോൾ പറയും ഇതാ ഈശോ വരുന്നു. ഞങ്ങൾ രോഗിലേപനത്തിൽ പോവുക, നമ്മളെ നോക്കിയിട്ട് ഈശോ വരുന്നു. പുറകിൽ നിൽക്കുന്ന ഡോക്ടർ കാണുമ്പോൾ എളയപ്പാ ക്ഷമിക്കുക എളയപ്പാ. അപ്പം ഡോക്ടർ ഏത് എളയപ്പൻ? ഞാൻ പറഞ്ഞു അവിടെ കുറച്ച് നേരത്തേക്ക് എളയപ്പനായിട്ട് അഭിനയിച്ചു, ഇപ്പോൾ എളയപ്പനേക്കും വരും. മേക്കിൽ നിൽക്കുന്ന മാലാക്കം വരും, എന്നെ കൊണ്ടുപോകാൻ വന്നതായിരിക്കില്ലേ? അപ്പോൾ പറഞ്ഞ ആരുമല്ല, അതാണ് അച്ഛാ മങ്ങിയൊരു അന്തി വെളിച്ചം ഞാൻ കാണുന്നു. ICU കിടക്കും. കർത്താവ് പറയാ നീ ഇപ്പൊ കർത്താവിനെ കണ്ടില്ലെങ്കിൽ ICUവിലും മൂക്കിലും വായയിലും കുടലിലും ഇതിലും അതിലേക്കും കുടലിടുമ്പോ അടുത്തിരിക്കുന്ന ഒരു ചെക്കൻ്റെ കൊടുത്ത് ICU ഇപ്പൊ വേണോ ഇതിന് മുമ്പ് വേണോ പിന്നീട് വേണോ ചോദിച്ചോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ ജീവിത. എൻ്റെ വീട്ടിൽ എന്നും ഇടയ്ക്ക് വെക്കുന്ന ഒരു പാട്ട് കേൾക്കണോ? വെല്ലു പീസ. എൻ്റെ അപ്പനെ ഇടയ്ക്ക് വെക്കും. ഞാൻ എന്നിട്ട് അപ്പനോട് ചോദിക്കും അപ്പം നമ്മുടെ വീട്ടിൽ ആര് മരിച്ചിട്ട് ഇത് വെക്കണേ? അപ്പം പറയാ മോനെ മരിച്ചിട്ട് കേൾക്കേണ്ടതല്ല, ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കേണ്ട മരിച്ചവരുടെ ഗാനമേളയുടെ പേരാണ് വെല്ലു പീസ്. ഇനി അവിടെ പോയിട്ട് ചിരിക്കരുത് കേട്ടാ. അവർ മൂക്കി പങ്ങി വെച്ച് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ പാടും മങ്ങിയൊരന്തി. നമ്മൾ വിചാരിക്കരുത് അല്ലെങ്കിൽ അവർക്ക് അവർ 2 ഹെഡ്ഫോൺ വെച്ചിട്ട് അവർക്ക് മാത്രം കേൾപ്പിച്ചാൽ മതി. അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതല്ല, ജീവിച്ചിരിക്കുന്ന നമ്മളവിടെ പോയി നിന്നിട്ട് നിൽക്കണം കണ്ടു കഴിഞ്ഞാലേ ഈ പാട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോട്ടാ. നാളെ അതുപോലെ നീ കിടക്കും. എന്തിനീ മൂക്കി പഞ്ഞി വെക്കണേ? എനിക്ക് സംശയം തോന്നാറുണ്ട്, ചിലരുടെക്ക് മൂക്കി പഞ്ഞി വെക്കുന്നുണ്ട്. ഇനിയല്ലേ ശ്വാസം വന്നാലോ അതുപോലെ പഞ്ഞി വയ്ക്കും. ഒരിക്കലും ഒരു വീട്ടില് ഒരു മോള് വന്നിട്ട് നെഞ്ചത്തുരിയ അമ്മാ പോയല്ലോ അമ്മേ എന്ന് പറഞ്ഞ് കരയാ. അപ്പൊ മറ്റോള് പറയാ നെഞ്ചത്തുഴിയണ്ട, അത് ഞാൻ നേരത്തെ എടുത്തു, താലിമാല് കാലിമ്മ വല്ലതുണ്ടെങ്കിൽ എടുത്തു. കള്ള കരച്ചിലാ. നിങ്ങൾക്കറിയോ നമ്മുടെ ശരിക്കുള്ള ബർത്ത്ഡേ എന്താണെന്നറിയോ? ജനിച്ച ദിവസമല്ല, മാമോദീസ മുങ്ങിയ ദിവസം. നമ്മുടെ അടുത്ത ബർത്ത്ഡേ ഏതാണെന്നറിയോ? അത് നമ്മൾ മരിക്കുന്ന ദിവസം. അത് ആഘോഷിക്കണം. സ്വർഗത്തിൽ ജനിക്കുന്ന ബർത്ത്ഡേ ആണ് നമ്മുടെ ഏറ്റവും വലിയ ബർത്ത്ഡേ. എൻ്റെ മാമോദീസ ദിവസം ഞാൻ ആഘോഷിക്കും, ആരോടും പറയില്ല. മറ്റേ ദിവസം എല്ലാവരും കേക്ക് മുറിക്കുമ്പോൾ ഞാൻ വണ്ടി എടുത്തു ഓടും. എന്നാൽ എൻ്റെ ബർത്ത്ഡേ ദിവസം ഞാൻ കർത്താവിൻ്റെതായ ദിവസമാണ് എൻ്റെ കൃപ. അതേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വസ്ത്ര കാഴ്ചയ്ക്കായിട്ട് ഒരുങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ ഈ സമയം പ്രിയപ്പെട്ടവരെ ഇന്ന് ആരാധിക്കും. ഇന്ന് ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കും, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ ദൈവകരുണയുടെ ശുശ്രൂഷ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വലിയ വിടുതലുണ്ട്. പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്തെങ്കിലും വെഞ്ചരിക്കാൻ കൊണ്ടുണ്ടെങ്കിൽ അവസാന സമയത്ത് ഞാൻ പറയുമ്പോൾ ഉയർത്തിപ്പിടിക്കണം. ബൈബിളെല്ലാം ഉയർത്തിപ്പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. എല്ലാവരും ഈ ഹോളിൻ്റെ അകത്തേക്ക് കയറി നിൽക്കണം. നിങ്ങൾ പുറത്തേക്ക് നിൽക്കരുത്. അന്നവെള്ളം തെളിക്കുമ്പോൾ നിങ്ങളുടെ മേൽ വീഴാൻ വേണ്ടി കൂടിയാണ്. ഒന്ന് പുറത്ത് നിൽക്കുന്നവർക്ക് അകത്ത് കയറാം. എന്നാലാണ് വിടുതൽ ശുശ്രൂഷ ദേവാലയത്തിൻ്റെ അകത്ത് നടക്കുക. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. അച്ഛനിപ്പോൾ വരും. അപ്പോൾ നമ്മൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വെക്കാവോ? ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമോ? കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് എന്നിട്ടൊന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവാം. നാഥനായി പാടും, എൻ്റെ ആയുസ്സുള്ള കാലം വരെ ഞാൻ എൻ്റെ ദൈവത്തിന് പാടും. ഒന്ന് കരങ്ങൾ നിങ്ങൾ കയ്യിലെടുക്കാനുള്ളതൊക്കെ എടുത്തു. എന്താണ് നിങ്ങൾക്ക് സ്വസ്ത്ര കാഴ്ച കൊടുക്കണം.
ഈശോയ്ക്ക് കൊടുക്കും. കൊച്ചു പിള്ളേർക്ക് 1 രൂപയെങ്കിലും കൊടുത്തു പണി. എൻ്റെ അപ്പൻ എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ പഠിപ്പിക്കണം. അതുകൊണ്ടൊന്ന് കരങ്ങൾ എടുത്തൊന്ന് ഉയർത്തിപ്പിടിച്ച് ഉള്ളതൊക്കെ എടുക്ക് പിടിക്കുക. ഇല്ലാത്തവരും കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കൊടുക്കണം. കൊടുത്ത നീ അതുകൊണ്ട് വിധവയുടെ ആ കൊച്ചു കാശിനെ ദൈവം പരിഗണിച്ചതുപോലെ നിന്റെ സമ്പത്തിന് വേലി കെട്ടുന്നൊരു ദൈവമാണ്. കർത്താവേ, ഇവര് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുക. എല്ലാം അനുഗ്രഹിക്കണം. ഇവരുടെ എല്ലാ തോട്ടങ്ങളെ അനുഗ്രഹിക്കണം. ഇവരുടെ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കണം. ദൈവം നിനക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കിട്ടും. ദൈവം നിന്റെ മഹത്വമാകട്ടെ. ദൈവം നിന്റെ സമ്പത്താകട്ടെ. ദൈവമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. കർത്താവേ, ദൈവമാകുന്ന നിക്ഷേപത്തിന്റെ കൃപ നിങ്ങളുടെ പേരുണ്ടാവട്ടെ. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ചേർത്ത് പാടാം. നാദനായി പാടും ഞാനിൻ നാദനായി പാടും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ആയുസ്സുള്ള നാൾ വരെ നാദനായി പാടും. സ്വരമുയർത്തി ഒന്ന് പാടാവോ എല്ലാവരും. നാദനായി പാടും ഞാൻ, നാദനായി പാടും. ആയുസ്സുള്ള നാൾ വരെ, ആയുസ്സുള്ള നാൾ വരെ നാദനായി പാടും. ആരാധന 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 ആരാധന. സ്വരം ഉയർത്തി ഒന്ന് പാടി. ആരാധന 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 ആരാധന. ഒരു മിനിറ്റ് ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് നിങ്ങൾ സമർപ്പിക്കാനുള്ളത് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ചിക്കു ജോസഫ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ 18ാമത്തെ വയസ്സിൽ അവന് ക്യാൻസർ ബാധിക്കുകയാണ്. ക്യാൻസർ ബാധിച്ച് അവൻ മരണത്തോട് മല്ലടിക്കുന്ന ആ രാത്രിയിൽ ദൈവത്തെ അവൻ കണ്ടുമുട്ടും. അവൻ ഏറ്റവും കൂടുതൽ ഒരു നിരീശ്വരവാദിയെ പോലെ അപ്പനും അമ്മയും ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തെ കളിയൊക്കെ. എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു ക്യാൻസർ രോഗിയാണ്, ഞാൻ മരിക്കുന്ന ഉറപ്പാണ്. ഈ രാത്രി നീ ശരിക്കും ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ കാണണം. അങ്ങനെ ഇവന് സ്വപ്നം കാണാം. ഈശോ വന്ന് തൊടുന്നു. ഇവൻ എൻ്റെ അമ്മയോട് കളിയാക്കി പറഞ്ഞു, ഞാനൊരു മണ്ടത്തര സ്വപ്നം കണ്ടു, ദൈവം എന്നെ തൊടുന്നത്. പിറ്റേ ദിവസം ചെക്കപ്പ് നടത്തുമ്പോൾ ഈ ചിക്കു ജോസഫിന്റെ ശരീരത്തിൽ നിന്ന് ക്യാൻസർ ഇത് പറഞ്ഞു. അവിടെ വെച്ച് അവൻ എഴുതിയ ആദ്യത്തെ പാട്ടാണ് പാടാം. ജീവനെ കാലും നീ വലിയ അവൻ എഴുതി മയറ പാട്ട് കേൾക്കണോ? സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ. ആ പയ്യൻ എഴുതിയതാ. അടുത്ത പാട്ട് കേൾക്കണോ? രക്ഷിതാവിനെ കാണ്ട ഭാവി, രക്ഷിതാവിനെ കാണ്ട ഭാവി, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. അവൻ 10 വർഷം ജീവിച്ചുള്ളൂ. അവൻ മരിച്ചു. അവൻ എഴുതിയ പാട്ടിൽ ഏറ്റവും മനോഹരമായൊരു കാട്ടുണ്ട്. ആ പാട്ട് ഏതാണെന്നറിയോ? കാൽവരി കുന്നിന്മേൽ, കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ അപ്പായേ. പ്രാർത്ഥിക്കുക. ഈശോ വരാൻ പോവാ, അപ്പം വരാൻ പോവാ. അപ്പൻ്റെ വലിയൊരു മഹത്വം നിറയണം. കരങ്ങൾ ഉയർത്തി ഈശോയേന്ന് വിളിച്ച് ശ്രദ്ധിച്ചോ. നമുക്ക് ഈശോയെ ആരാധിക്കാം. ഉറക്കെ വിളിച്ച് പോരാ. ഈ സമൂഹത്തിന്റെ വിളി വന്നിട്ടില്ല. നിലവിളിക്കണം. നിലമറന്ന് വിളിക്കുന്നവന്റെ വിളിയാണ് നിലവിളി. വിളിച്ച് പ്രിയപ്പെട്ടവരെ വിളിക്ക്. നിമ്മി എന്ന പേര് ഈശോ വെളിപ്പെടുത്തുന്ന ഉറക്കെ വിളിക്ക്.
ത്രേസ്യ, നീ ഉറക്കെ വിളിക്ക്. ജോണേ, ജോർജ്, സ്റ്റീഫൻ, നീ വിളിക്ക്. ഇതാ നിന്റെ അപ്പൻ, രക്ഷകൻ, വിടുതൽ നൽകുന്ന ദൈവം വരാം. ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോക സമ്പത്തിനേക്കാൾ, എല്ലാറ്റിനും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഉയർത്തി പിടിച്ചൊന്ന് പാടി. ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോക സമ്പത്തിനേക്കാൾ, എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. കരങ്ങൾ കൂപ്പി പിടിക്കാൻ പ്രിയപ്പെട്ടവരാ, ഒരു നിമിഷം ആരോടെങ്കിലും നിങ്ങൾക്ക് വിരോധം ഉണ്ടെങ്കിൽ കർത്താവ് പിന്നെയും പറയാം, ഈ ബലിപീഠത്തിൽ നീ ഇറക്കി വെക്കുക, നിന്റെ ദൈവം നിനക്ക് വിടുതൽ തരാൻ പോവാ. സോ ഇങ്ങനെ പറയാം, ഞാൻ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, മേലിൽ ഈ പാപം നീ ചെയ്യരുത്. ഈ രാത്രിയിൽ സഭയുടെ കൂട്ടായ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. ഒരു വലിയ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ മുന്നിൽ ഈശോയുടെ വലിയ മഹത്വത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഞങ്ങൾ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന ചെല്ലാൻ പോവാം. പുരോഹിതരായി ഞങ്ങൾ ഈ സമയം 33 കുരിശ് വരച്ച് ലയോ 14 മാർപ്പാപ്പ സഭയെ ഞങ്ങൾക്ക് തന്നു. അതിനു മുമ്പ് ആരോടെങ്കിലും ഹൃദയത്തെ വെറുപ്പുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് മാപ്പ് ചോദിച്ചേ. മലിനതയുള്ളവിടുത്ത് ദൈവകൃപ വരില്ല, ശുദ്ധമായ ഉള്ളിടത്തെ ദൈവത്തിന്റെ കൃപ വരും. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പി പിടിക്കാം. നിങ്ങളിങ്ങനെ യേശുവേന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരു 3-4 പേര് കേൾക്കുന്ന രീതിയിൽ യേശുവേ യേശുവേ. വായ തുറക്കണോട്ടോ പ്രിയപ്പെട്ടവരെ. അനേകര് വായ അടച്ച് ഇങ്ങനെ വെറുതെ നിൽക്കാം, ഒരു കാര്യമില്ല. ബർത്തിമേയുസിനെ പോലെ വായ തുറന്ന് യേശുവേന്ന് വിളിക്കാതെ ഒരു വ്യക്തിക്കും കൃപ കിട്ടില്ല. വിളിക്കാതെ ദൈവം നിന്നിട്ടില്ല, വിളിക്കാതെ ദൈവം പ്രാർത്ഥന. അവിടെ 3-4 അടുത്ത് നിൽക്കുന്നവര് കേൾക്കുന്ന വിധത്തിൽ യേശുവേ യേശുവേ ആ നാമം മാത്രം വിളിക്കാം. ആ നാമം മാത്രം ഒന്ന് വിളിച്ച് യേശുവേ വിളിച്ച് പുരോഹിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ എല്ലാ കൃപകളോട് ചേർന്ന് ലയോ 14 മാർപ്പാപ്പയുടെ ശ്ലൈകിക കൂട്ടായ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലയോ 13 മാർപ്പാപ്പയിലൂടെ എഴുതപ്പെട്ടതും സഭയിൽ എന്നും നൽകപ്പെട്ടതുമായ പുരോഹിതരെ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ ലഭിക്കുന്നതുമായ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവജനനിയായ അമലോത്ഭവ കന്യകാ മറിയത്തിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും വിശുദ്ധ സ്ത്രീകന്മാരായ പത്രോസിന്റെയും പൗലോസിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് പിശാചിനെയും അവന്റെ സകല ആക്രമണങ്ങളെയും വഞ്ചനകളെയും ഒഴിവാക്കുന്നതിനും ബഹിഷ്കരിക്കുന്നതിനും നല്ല ഉറപ്പോടും ധൈര്യത്തോടും ഞങ്ങൾ ഒരുമ്പിടുന്നു. ദൈവം എഴുന്നേൽക്കുകയും അവിടുത്തെ ശത്രുക്കൾ ചിതറിക്കപ്പെടുകയും ചെയ്യട്ടെ. അവിടുത്തെ ദേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടി അകലട്ടെ. പുകയില്ലാതെയാകുന്നത് പോലെ, മെഴുകുരുകുന്നത് പോലെ ദൈവത്തിന്റെ തിരുമുൻപാകെ ദുഷ്ടൻ നശിച്ചു പോകട്ടെ. കർത്താവിന്റെ കുരിശ് കാണുമ്പോൾ ശത്രുക്കൾ കൂട്ടമായി ഓടി അകലട്ടെ. എന്തെന്നാൽ യൂദയ വംശത്തിന്റെ സിംഹവും ദാവീദിന്റെ സന്താനവുമായ കർത്താവ് ശത്രുക്കളെ കീഴടക്കിയിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അതിരറ്റ കരുണ ഈ ആലയത്തിന്റെ മേലും
ദുഷ്ടസംഘങ്ങളെ, നിങ്ങളുടെ ദുഷ്ടസംഘങ്ങളോ, നരകീയ ശത്രുക്കളോ, തിന്മയുടെ ആധിപത്യങ്ങളോ, നിങ്ങൾ ദുഷ്ടസംഘങ്ങളോ, സമൂഹങ്ങളോ, വിഭാഗങ്ങളോ ആര് തന്നെയായിരുന്നു ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിലും ശക്തിയിലും നിങ്ങളെ ഞങ്ങൾ ശാസിക്കുകയും ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതും ദിവ്യ കുഞ്ഞാടിന്റെ വിലയേറിയ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതുമായ ദിവ്യ കുഞ്ഞാടിന്റെ വിലയേറിയ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആത്മാക്കളിൽ നിന്ന് ദൈവത്തിന്റെ സഭയിൽ നിന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിലും ശക്തിയിലും നിങ്ങളെ ഞങ്ങൾ പുറന്തള്ളപ്പെടുകയും അകറ്റപ്പെടുകയും ചെയ്യട്ടെ. കൗശലക്കാരനായ സർപ്പമേ, മനുഷ്യവംശത്തെ വഴിതെറ്റിക്കുന്നവരും തിരുസഭയെ ഞെരിക്കുന്നവരും ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗോതമ്പ് മണി പോലെ കുഴിക്കുന്നതിനുള്ള നിന്റെ ധാർഷ്ട്യം അവസാനം വരുത്തുക. നിന്റെ ദുരാഗ്രഹത്തിൽ അവരോടിനി നീ സമാനത ഉളവാക്കുകയോ ഭാവിക്കുകയോ ചെയ്യരുത്. അത്യുന്നതനായ ദൈവം നിനക്ക് നൽകുന്ന കൽപ്പനയാണിത്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യത്തിന്റെ അറിവിലേക്ക് വരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു. പുത്രനായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു. നിന്റെ ദുഷ്ടത നിമിത്തം അധപതിച്ച ഞങ്ങളുടെ വംശത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങുകയും തന്റെ തിരുസഭയെ ഉറപ്പുള്ള പറമേൽ പണിയുകയും എല്ലാ ദിവസങ്ങളിലും ലോകാവസാനം വരെ അവളോട് കൂടെ വസിക്കുന്നതിനാൽ നരകവാതിലുകൾ അവൾക്കെതിരെ പ്രബലപ്പെടുകയില്ലെന്ന് പ്രസ്താവിച്ച ഈശോ മിശിഹ നിന്നോട് ആജ്ഞാപിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ചുകൊണ്ടിരുന്നേ. കുരിശിന്റെ നിഗൂഢമായ ശക്തിയും ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രാബല്യവും നിന്നോട് ആജ്ഞാപിക്കുന്നു. മഹത്വപൂർണമായ അമലോത്ഭവവും നിത്യകന്യകയായ പരിശുദ്ധ കന്യകാ മറിയം നിന്നോട് ആജ്ഞാപിക്കുന്നു. വിശുദ്ധ സ്ത്രീകന്മാരായ പത്രോസിന്റെയും പൗലോസിന്റെയും മറ്റു സ്ത്രീകന്മാരുടെയും വിശ്വാസം നിന്നോട് ആജ്ഞാപിക്കുന്നു. വേദസാക്ഷികളുടെ രക്തവും രക്തസാക്ഷികളുടെ രക്തവും ചുടുനിണവും നിന്നോട് ആജ്ഞാപിക്കുന്നു. ഈ ആലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധനായ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയുടെയും വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയുടെ കൂട്ടായ്മയോട് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ശപിക്കപ്പെട്ട സർപ്പമേ, ദുഷ്ട സൈന്യങ്ങളെ, ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ, സത്യദൈവത്തിന്റെ നാമത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനായ യേശുക്രിസ്തുവിന്റെ അധികാരം വഴി നിങ്ങളോട് ഞാൻ ശപഥം ചെയ്ത് കൽപ്പിക്കുന്നു. ഈ മനുഷ്യ മക്കളെ വഞ്ചിക്കാതെയും നിത്യനാശം അവരുടെ മേൽ ചൊരിയാതിരിക്കുക. സഭയെ നശിപ്പിക്കുന്ന അവരുടെ പ്രവൃത്തികളെ, സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന എല്ലാ പ്രവൃത്തികളും അവസാനം വരുത്തുക. എന്റെ വഞ്ചനകളും ജനീതാവും നായകനും മനുഷ്യ ശത്രുവിന്റെ ശത്രുവുമായ സാത്താനെ, നീ ഈ സമൂഹത്തിൽ നിന്നും, ഈ ആലയത്തിൽ നിന്നും, ഈ ദേശത്തിൽ നിന്നും, ഈ രൂപതയിൽ നിന്നും പുറത്തു പോകാൻ ഞങ്ങളുടെ രൂപത അധ്യക്ഷന്റെ കൂട്ടായ്മയോടെ ഞങ്ങൾ നിന്നോട് കൽപ്പിക്കുന്നു. മിശിഹായ്ക്ക് നീ സ്ഥലം കൊടുക്കുക. എന്തെന്നാൽ അവനിൽ നിന്റെ ചതി വിക്രയങ്ങളൊന്നും ഫലപ്രദമാവുകയില്ല. തന്റെ രക്തത്താൽ മിശിഹ നേടിയെടുത്തതും ഏകവും പരിശുദ്ധവും കത്തോലിക്കവും സ്നൈഹികവുമായ സഭയ്ക്ക് സ്ഥലം കൊടുക്കുക. എന്തെന്നാൽ
ദൈവത്തിന്റെ സർവ്വമുള്ള കരങ്ങൾക്ക് കീഴ്വഴങ്ങിയിരിക്കുന്ന ഈ ജനത്തെ, നരകത്തെ പരിഭ്രമിപ്പിക്കുന്ന, ഈശോ എന്ന നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിലുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന്, യുവജനങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, സന്യസ്തരിൽ നിന്ന്, പുരോഹിതരിൽ നിന്ന്, ഈ ആലയത്തിൽ ഈ ദൈവ കരുണയുടെ നവേനയിൽ പങ്കെടുക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഇത് ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സകലരിൽ നിന്നും സൈന്യങ്ങളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നുരുവിട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുരോഹിതരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങൾ അവിടുത്തെ സന്നിധി പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി 13 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച്, യേശുവേ, അത്ഭുതകരമായൊരു വിടുതൽ ഈ സമൂഹത്തിൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, യേശു നാമത്തിൽ സംഭവിക്കട്ടെ, യേശു നാമത്തിൽ വിടുതലുണ്ടാകും. വിളിച്ച് യേശുവേ. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിരട്ടെ. ബന്ധനങ്ങൾ അടിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ. കരങ്ങളിൽ യേശുവേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. കർത്താവേ, ആത്മീയ മേഖലകളിൽ ബന്ധനങ്ങളുള്ള മക്കളുണ്ട് ഈ സമൂഹത്തിൽ. ഉറക്കം വരാം, പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും നിരാശ, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്നവരുണ്ട്, അകലിച്ച് വരിക. കുടുംബത്തിൽ ചെറുപ്പത്തിൽ അൽത്താര ബാലന്മാരായിരുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് പള്ളി കയറില്ല, പ്രാർത്ഥിക്കില്ല, ചില കൂട്ടായ്മകളിൽ പോകുന്നു, ചില ശുശ്രൂഷകര്, ചില പ്രാർത്ഥിക്കാൻ പറ്റുന്ന മന്ദത, പ്രാർത്ഥനയിലുള്ള തടസ്സങ്ങൾ, അങ്ങനെയുള്ള തിന്മകൾ ഈ സമയം ബന്ധിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ആത്മീയ മേഖലയിലുള്ള ബന്ധനങ്ങളെ അഴിക്കുക. 2 കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, ശക്തിയോടെ വിളിച്ച്. 33:15 അധികാര ശക്തിയാണ്. മത്തായി 6:16 അധികാരം. യേശുനാമത്തിൽ ആത്മീയ മുരടിപ്പുകളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, കൽപ്പിക്കുന്നു. വിളിച്ച് യേശുവേ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിരട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിരട്ടെ. ഈശോയേ, ഈശോയേ, സ്വരമുയർത്തി വിളിച്ച് ഈശോയേ, ഈശോയേ, ഈശോയേ. കൈകൾ ഹൃദയത്തോട് ചേർത്ത്. 2ാമത്തെ മേഖലയാണ് ജഡിക മേഖല. കർത്താവ് കൃത്യമായിട്ട് വചനത്തിൽ പറഞ്ഞു, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവ് ജീവിക്കണം പ്രിയപ്പെട്ടവരാ. ജന്മനാൽ പ്രോണോഗ്രഫിക്ക് അടിമകളായവരുണ്ട്. കാരണം നല്ല വൃക്ഷത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടാവുള്ളൂ. ചീത്ത ദാമ്പത്യങ്ങളിൽ നിന്ന് ചീത്ത ഫലങ്ങളുണ്ടാകും. തെറ്റായ ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന് മക്കളിലേക്ക് തിന്മ കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. പ്രോണോഗ്രഫി, തെറ്റായ രീതിയിലുള്ള ഓറോസെക്സ്, അങ്ങനെയുള്ള തെറ്റായ മാർഗങ്ങൾ സഭ തെറ്റാണെന്ന് പറഞ്ഞ് ചില കുഞ്ഞുങ്ങളെ കൊന്നുകളയും, അബോർഷൻ ചെയ്യുക. ജഡത്തിൻ്റെ സുഖം മാത്രം, സൗന്ദര്യത്തിന് വേണ്ടി കുഞ്ഞിന് പാല് കൊടുക്കാതെ ആന്തരിക മുറിവുകൾ കൊടുത്തിട്ടുള്ള അമ്മമാർ കരഞ്ഞു പ്രാർത്ഥിക്കണം. തിന്മയിൽ നിന്ന് മാറാൻ സാധിക്കുന്നില്ല, ജഡിക തിന്മകൾ ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. ചില തെറ്റായ ചിത്രങ്ങൾ ഇന്നും കാണുക, ചില സൈറ്റുകളിൽ പോവുക, തെറ്റായ ഫോൺ കോളുകളിലേക്ക് പോകുക, തെറ്റായ കൂട്ട് സെറ്റുകളിലേക്ക് പോവുക. പണ്ട് പഠിച്ചിരുന്ന കൂട്ടുകാരുമായിട്ട് അവിഹിത ബന്ധങ്ങൾ, ഭർത്താവിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കുക, തെറ്റായ പ്രോണോഗ്രഫി, തെറ്റായ സിനിമാ നേടന്മാരെ ആരാധിക്കുക, അവരെ കണ്ട് പാപം ചെയ്യുക, തലോണയെ കെട്ടിപ്പിടിച്ച് പാപം ചെയ്യുക, ചില വസ്തുക്കൾ ഉപയോഗിച്ച് പാപം ചെയ്യുക, ജഡിക പാപങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത അവസ്ഥ.
സ്വയം ഭോഗം, സ്വവർഗഭോഗം, മൃഗഭോഗം, രക്തബന്ധങ്ങളിൽ തിന്മ കാണുക, സ്വന്തം ബന്ധത്തിലുള്ളവരെ തന്നെ പ്രേമിക്കുക. അങ്ങനെയുള്ള തിന്മകൾ വിട്ടുപോകാം. കരങ്ങൾ ഉയർത്തി പിടിക്കാവോ? കരങ്ങൾ ഉയർത്തി പിടിച്ച് യേശുവേന്ന് വിളിക്കാവോ? യേശുവേന്ന് വിളിച്ച്, യേശുവേന്ന് വിളിച്ച്. മത്തായി 16:18 അധികാരത്താൽ, ലൂക്ക 10:17 അധികാരത്താൽ, ലൂക്ക 10:19 അധികാരത്താൽ, എഫെസ്യർ 6:12 അധികാരത്താൽ ജഡിക അരൂപിയെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, കൽപ്പിക്കുന്നു. വിളിച്ച് യേശുവേ, ഈശോയേ, മരണത്തെ ജയിച്ചവനെ, കൈകളടിച്ചു പാടാം. ഈശോയേ, മരണത്തെ ജയിച്ചവനെ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണം. രണ്ട് കരങ്ങളെടുത്ത് ഒറ്റ വിളിച്ച് ഈശോയെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ശരീരത്തിനുമേൽ 106 പേരുടെ മേൽ ഒരു തീ ഇറങ്ങുന്നതായി കാണിക്കുന്നു. ഇതോ വഴുവഴുപ്പുള്ള സർപ്പങ്ങൾ മുഖ്യദൂതനായ മാലാഖ വെട്ടിവീഴ്ത്തുന്നു. ഒരു യുവാവിന്റെ ശരീരത്തിൽ നിന്ന് ജഡത്തിന്റെ അരൂപി വിട്ടുപോകുന്നതായി ഈശോ അടയാളം കാണിക്കുന്നു. ഇതോ ദൈവകരുണയുടെ പ്രകാശം ഈ ആലയത്തിൽ വ്യാപരിക്കുന്നു. കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നു. പ്രസവം നിർത്തിവെച്ച് അത് കെട്ടിവെച്ചിരിക്കുന്ന 2 പേര് ഈ സമൂഹത്തിനുണ്ട്. അടിച്ചു മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ മക്കളിൽ പോലും കൃപ വരാത്ത അവസ്ഥ. ദൈവത്തിൽ ആശ്രയിക്കുക. മനുഷ്യന്റെ പ്രയത്നമല്ല, ദൈവത്തിന്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം. 3ാമത്തെ മേഖല പ്രാർത്ഥന. ചില കുടുംബങ്ങളിൽ എന്നും രോഗങ്ങൾ ചികിത്സിച്ച് ഭേദമാകാത്ത അവസ്ഥ. ചില മരണങ്ങൾ വരുന്നു, ചില സാംക്രമിക രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ. എങ്ങനെ പ്രാർത്ഥിച്ചിട്ടും എന്ത് ചെയ്തിട്ടും ചില കെട്ടുകളുണ്ട്. മരണകാരണമായ അകാല മരണങ്ങൾ, ആക്സിഡന്റുകൾ, ആത്മഹത്യകൾ നടക്കുന്ന ചില ഭാഗങ്ങൾ, ചില രോഗങ്ങളും പിശാച് ചിലർ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ. 2 കരങ്ങൾ ഉയർത്താം. രോഗികളുടെ മേൽ നിങ്ങൾ കൈകൾ വയ്ക്കുമ്പോൾ സുഖം പ്രാപിക്കുന്ന വചനത്തിൽ വിശ്വസിക്കുക. 2 കരങ്ങൾ ഉയർത്തി. ഈ സമയം വലിയ രോഗശാന്തി കിട്ടും. പ്രാർത്ഥിച്ചോ. കർത്താവ് തിന്മയുടെ ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ സമയം യേശുനാമത്തിൽ ബന്ധിക്കുക. കരങ്ങൾ ഉയർത്തി വിളിച്ച് ഈശോയെ, പുറപ്പാട് 15:26 അധികാരത്ത യേശുനാമത്തിൽ ബന്ധിക്കുന്നു. പ്രഭാഷകൻ 38:9 അധികാരത്ത യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. സങ്കീർത്തനം 107:20 അധികാരത്തെ ബന്ധിക്കുന്നു. സങ്കീർത്തനം 38:8 അധികാരത്ത ബന്ധിക്കുന്നു. അവിടുന്ന് തന്റെ വചനം അയച്ച് അവർക്ക് സൗഖ്യമേകി. നിയമാവർത്തനം 7:15 കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കൊള്ളും. 2 കരങ്ങൾ ഉയർത്തി 13 പ്രാവശ്യം യേശുവേ വിളിച്ച് സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റെതു മാത്രം. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റെതു മാത്രം. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിരട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കർത്താവ് വെളിപ്പെടുത്തുന്നു. ഇങ്ങനെ ഈ വായിൽ ഇങ്ങനെ മുറുക്കാൻ പോലത്തെ സാധനങ്ങൾ വെക്കുന്നു. ശരീരത്തിൽ മുഴുവൻ വട്ടച്ചോറി പോലത്തെ ചോറി ഒത്തിരി ചികിത്സിച്ചു. ആ സാധനം, തിന്നുന്ന സാധനം ഉപേക്ഷിക്കുക. നാവിൻ്റെ അടി വെക്കുന്നു. അല്ലാതെ ഈ രോഗപ്പീഠ ഒരിക്കലും മാറില്ല. എത്ര മരുന്ന് കഴിച്ചു. കാരണം നീ പാപത്തിന്റെ വേദനത്തിന്റെ രോഗത്തിന് കൊണ്ട് ചിലത് ഉപേക്ഷിക്കാം. ഇത് മദ്യം കഴിക്കുന്ന ഒത്തിരി പേരുണ്ട്. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാൻ നിർത്തിക്കും. വന്നിട്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പാപത്തിന്റെ വേദന വന്നിട്ട് സൗഖ്യം കിട്ടുന്നതിനേക്കാൾ നല്ലത് വേദനമില്ലാതെ കൃപയെ വളരുന്ന. വീടി വലിക്കുന്ന ഒത്തിരി അപചന്മാരുണ്ട്. വായിലിങ്ങനെ പോളം പൊട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റും. ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണത്തിന്റെ രുചി പോയവരുണ്ട്. എൻ്റെ ഭാര്യയെ അടിച്ചൊരു ചേട്ടൻ ഇതിന് നിൽപ്പുണ്ട്. ക്ഷമിക്കാൻ പറയുന്നു. നാവിന്റെ രുചി പോയത് ഭാര്യ ഉണ്ടാക്കിയ കറിയുടെ പ്രശ്നമല്ല, നിന്റെ നാവിന്റെ കെട്ടാണ്. ഇതിലൊരു മകൻ ഇങ്ങനെ മയക്കുമരുന്ന് കഴിക്കുന്ന ഒരു മകൻ ഈ കൂട്ടത്തിലുണ്ട്. നിർത്താൻ പറയണു. നിർത്താൻ പറയണം. മോനെ, എൻ്റെ കർത്താവിന് വേണം. എൻ്റെ നാവിൻ്റെ കെട്ടഴിക്കണം.
കർത്താവ് അനേകരെ തൊടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ 4-ാമത്തെ മേഖലയിൽ കിടന്ന് പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക. അടുത്ത മേഖലയാണ് മരണങ്ങൾ. ഒത്തിരി അപകടങ്ങൾ ഈ ദേശത്തുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. ആത്മഹത്യകൾ, വിഷം കഴിക്കാൻ തോന്നും, കൈ മുറിക്കാൻ തോന്നും, അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. വളർത്തു മൃഗങ്ങൾ മരിച്ചു പോവുക, പെട്ടെന്ന് മരിക്കുക, അല്ലെങ്കിൽ കൃഷികൾ പെട്ടെന്ന് കത്തിപ്പോവുക, അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് 1-ാം പ്രമാണ മേഖലകളിൽ ഏതെങ്കിലും തലമുറയിൽ കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കണം. 1-ാം പ്രമാണം, മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, ഈ മേഖലകൾ ഈ സമയം ബന്ധിക്കാൻ പോവുക. ചില മരണങ്ങൾ അതിന് കാരണം, ചില വളർച്ചയില്ലാത്ത അവസ്ഥ, എത്ര ചെയ്തിട്ടും ഒന്നിനും വളർച്ചയില്ലാത്ത ഏതെങ്കിലും അപകട മേഖലകൾ, നാശത്തിന് ഉയർച്ചയില്ല, എത്ര സമ്പാദിച്ചിട്ടും ഓട്ടസഞ്ചി പോലെ നിലത്ത് വീണു പോകുന്നു. ചില യാത്രാ തടസ്സങ്ങൾ, എങ്ങനെ യാത്രയ്ക്ക് പോയാലും ഒന്നെങ്കിൽ വണ്ടി കേടാവും, മുന്നോട്ട് പോകാൻ പറ്റാത്ത സുഖം, എന്തെങ്കിലും അപകടമുണ്ടോ, പോകുമ്പോൾ പോലും പേടി, മരിക്കുമെന്ന് പേടി, വണ്ടി ഇടിക്കുമെന്ന് പേടി, അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് ഇതിൽ. പ്രാർത്ഥിക്കുക. ഇടിവെട്ടിന് പേടി, യാത്രയെ പേടി, എന്നെല്ലാവരുമായിട്ട് വഴക്കുണ്ടാക്കും. ആ വ്യക്തിയോട് ക്ഷമിക്കുക, ആ ഭയം വിട്ടുപോകുന്നു പറയുന്നു. ചെറുപ്പത്തിലെ പട്ടി കടിക്കാൻ വന്നിട്ട് പേടിയുള്ളൊരു വ്യക്തി, ആ വ്യക്തിക്ക് എപ്പോഴും പുറകിൽ പട്ടി വരുന്നുണ്ടോ എന്നൊരു ചിന്ത, അങ്ങനെ ഒരു വ്യക്തിയെ കാണിക്കുന്നു. ഒരു സ്ത്രീയാണെന്ന് പറയും, ആ സ്ത്രീ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് അനേകരെ സ്പർശിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണകാരണങ്ങള്, നാശകാരണങ്ങള്, ഉയർച്ചയില്ലാത്ത അവസ്ഥകള്, തടസ്സങ്ങള്, എന്ത് ചെയ്താലും ഉയർച്ചയില്ലാത്ത അവസ്ഥകള് കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. 1 യോഹന്നാൻ 5:18, 19 യാക്കോബ് 4:7 അധികാരത്താൽ, എബ്രായ 1:7 അധികാരത്താൽ, തീത്തോസ് 2:14 അധികാരത്താൽ, യൂദാസ് 16:12 അധികാരത്താൽ പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി വിളിച്ച് ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടിമതിക്ക് കൂട്ടുനിൽക്കരുതെന്ന് ഈശോ പറയുന്നു. നിന്നെ ചതിക്കുന്നു പറയുന്നു. ആരാധന, 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 ആരാധന. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിരട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിരട്ടെ. ഈശോയേ, മരണത്തെ ജയിച്ചവനെ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. എല്ലാവരും കണ്ണു നടക്കും. സെലീന എന്നൊരു പേര് വിളിപ്പെടുത്തുന്നു. ജോൺ സിയെ ഈശോ വിളിപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഒരു കുഞ്ഞിൻ്റെ ഹാർട്ട് സംബന്ധമായ രോഗത്തിൽ കർത്താവ് ഇടപെടുന്നു. ഹാർട്ടുകൾ അടയപ്പെടുന്നു. ആ കുഞ്ഞിന് 12 വയസ്സാകുമ്പോഴത്തേക്കും ഒരു വലിയ അടയാള കുഞ്ഞിന് ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പറയുന്നു. കുഞ്ഞിനെ ഓർത്ത് കൈക്കുഞ്ഞിനെ കർത്താവ് സ്പർശിക്കുന്നു. ഈ സമൂഹത്തിലെ ജോൺസൺ എന്ന് പറയുന്ന ഒരു മകൻ്റെ കുടുംബത്തിലേക്ക് ദൈവം കടന്നു വരും. ഡിസി, നിമ്മി എന്ന പേര് ഈശോ എഴുതി കാണുന്നു. നിമ്മിയെ കർത്താവിന് ആവശ്യമുണ്ട്. പരാതിയില്ലാതെ പ്രാർത്ഥിക്കാൻ അനേകരോട് ഈശോ പറയുന്നു. പ്രത്യേകിച്ച് നമ്മൾ 5-ാമത്തെ മേഖല പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധിയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ചിന്തയും, സുഖലോലുപത, മദ്യലഹരി, ജീവിത വ്യഗ്രത, അനേകര് നിരാശ, ആത്മഹത്യ ചിന്തയുള്ള ഒത്തിരി പേര് ഈ സമൂഹത്തിലുണ്ട്. കൈ മുറിക്കാൻ നോക്കിയവരും, കയറ് കെട്ടി ചാടാൻ നോക്കിയവർ, കിണറ്റി ചാവാൻ, ഗുളിക കഴിച്ച് മരിക്കാൻ നോക്കിയവർ എല്ലാവരും അനുഭവിക്കുക. അതൊരു സ്പിരിറ്റാണ്, അതൊരു നെഗറ്റീവ് എനർജിയാണ്. മകളെ ഓർത്ത്, വിദേശത്തുള്ള ഒരു മകളെ ഓർത്ത് ഒത്തിരി വേദനിക്കുന്ന ഒരു അമ്മയെ ഈ സമയം കർത്താവ് തൊടുന്നു. ഒരു ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ദൈവം ഇടപെടുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. പ്രാർത്ഥിക്കുക. അനേകരെ തൊടുന്നു. ജോർജിന്റെ കുടുംബത്തെ കർത്താവ് തൊടുന്നു. പ്രത്യേകിച്ച് എല്ല് സംബന്ധമായ വേദനയുള്ളവരെ കർത്താവ് ഈ സമയം സ്പർശിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. 5 പേർക്ക് ഈ സമൂഹത്തിൽ വൈദികരുമായിട്ട് വെറുപ്പുണ്ട്. ക്ഷമിക്കാൻ പറയുന്നു. വിട്ടുവീഴ്ചകൾ നടത്താൻ പറയുന്നു. ആ വൈദികരുമായിട്ട് കണ്ടുമുട്ടി അവരുമായിട്ട് സംസാരിക്കാൻ പറയുന്നു. വലിയൊരു അനുഗ്രഹം. മകളുടെ ജോലി തടസ്സം മാറാൻ ആ ഒറ്റ കാര്യം മതി. ഒന്ന് സംസാരിച്ച പാസ്പോർട്ട് പോലും സീല് വയ്ക്കും. കാരണം ക്ഷമിക്കാത്ത കെട്ടുകൾ മുറിവായി കിടക്കും. ഒന്ന് കരങ്ങൾ ഉയർത്തി വിളിച്ച് ഈശോയെ എന്ന് വിളിച്ച് കർത്താവേ, നിത്യജീവന് വിരുദ്ധമായി എല്ലാ അരൂപികളും നാമത്തിൽ അഴിയട്ടെ. 16:20 അധികാരം ബന്ധിക്കുന്നു. 15 ശാസിക്കുന്നു. യേശുവിൻ നാമത്തിലാ തകരട്ടെ
ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി ജയക്കൊടി വചനമാം വാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിലാ യേശുവിൻ നാമത്തിലാ യേശുവിൻ നാമത്തിലാ അശുദ്ധിയുടെ നിരാശയുടെ അന്ധകാര ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുപോക തകരട്ടെ ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി ജയക്കൊടി വചനമാം വാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിലാ തകരട്ടെ ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി ജയക്കൊടി വചനമാം വാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിലാ ഉയർത്തി ഭാഷാവർത്ത് സ്തുതിക്കാം. കൈകളടിച്ച് പാടാം. കൈകളടിച്ച് ആത്മാവാം ദൈവമേ ശക്തിയായിട്ട് വരണേ. കൈകളടിച്ച് പാടാം. ആത്മാവാം ദൈവമേ നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ നദിക്കരയിൽ നാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അഭിഷേകമഴയായി പെയ്തിറങ്ങണേ. ജോർദാൻ നദിക്കരയിൽ നാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അഭിഷേകമഴയായി തുള്ളിച്ചാടി നിറയണമേ കവിഞ്ഞൊഴുകണമേ നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ 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 നിറയണമേ പരിശുദ്ധാത്മാവേ 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 നിറയണമേ ശക്തമായ അഭിഷേകം ഈ ആലയത്തിൽ വെളിപ്പെടുന്നു. അനേകർ ഒരുമിച്ച് കൂടി ദൈവകരുണയുടെ അഭിഷേകം ഈ ആലയത്തിൽ പൊട്ടിമുളയ്ക്കുന്നു. അനേകം വൈദികര് വന്ന് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്നതായി ഈശോ കാണിച്ചിരുന്നു. പരിശുദ്ധമ്മയുടെ നീലക്കാപ്പ് ഈ ആലയത്തിലേക്ക് പൊതിയപ്പെടുന്നു. ആത്മാവാം ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒക്കെ പാടി എല്ലാവരും പാടി. ആത്മാവാം ദൈവമേ വരണേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ ഭക്തിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും കൈകളടിച്ചു പാടി. ആത്മാവാം ദൈവമേ വരണേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരമുയർത്തുന്ന
പ്രാർത്ഥിച്ച ഇതാ പരിശുദ്ധാത്മാവിന്റെ ജലം, കരുണയിൽ നൊഴുകിയ ആത്മാവിന്റെ ജലം, യേശുവിന്റെ രക്തം തെളിക്കപ്പെടുകയാണ്. കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും ഈ ജനം വീണ്ടെടുക്കപ്പെടുക. നാളെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും, നാളെ വലിയ അടയാളം സംഭവിക്കും. കർത്താവ് വീണ്ടെടുത്ത ജനതയെ തൊടാൻ ആർക്കും കഴിയില്ല. വിളിച്ച് യേശുവേ, കൈകളടിച്ചു പാടാം, കൈകളടിച്ചു പാടാം. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തളർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ തളർന്നിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. കരമുയർത്തിയടിച്ച് ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ. തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. ഈശോയെ നിന്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ. പടി തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ. തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. Lord have mercy on us, Lord have mercy on us, Lord have mercy on us, Lord have mercy on us. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, 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 ഈശോയേ. കരങ്ങൾ കൂപ്പി മുട്ടുകൂത്തി ഇവിടെ ഒരു ഈ സമയം നന്നിട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് നാളെയും നിങ്ങൾ നന്നിട്ട് പ്രാർത്ഥിക്കണം. നാളത്തെ ദിവസം വലിയ അടയാളങ്ങളാണ് കർത്താവ് തരാം. ഒത്തിരി ജീവിതങ്ങൾ മാറ്റപ്പെടും. ഒത്തിരി പേർക്ക് മധ്യസ്ഥ പ്രാർത്ഥന വരവുണ്ടെന്ന് സുഹൃത്തുക്കളെടുത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും എല്ലാവരും പാടി വിലയേറി തെത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരം. കരങ്ങൾ ഉയർത്തി വിളിച്ച് ഈശോ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. കരങ്ങൾ കൂപ്പിശ്വരം ശ്രമിച്ച് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഞങ്ങൾക്ക് രക്ഷയും വിടുതൽ നൽകുന്ന പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം